يا الله يا رحمن، في قلبي نور وفي روحي سلام. في هدوء الليل أمشي وحدي، أبحث عن نور في دربي. يا ربي خذ قلبي إليك، فأنت الأمان وأنت الحب. سبحانك يا رب العالمين، يا من تسمع صوت الحزين. في كل خطوة أدعوك، وفي كل دمع أرجوك. يا نور يا نور، أنر قلبي بالطريق. نور في قلبي يمحو أحزاني. يا الله يا ربي، أنت أملي وأماني. نور في قلبي، في روحي سلام. مهما ضاقت دنياي، أنت معي يا رحمن. كم من ناس ضاعوا بعيدا، في دنيا تمضي سريعا. أما أنا فأريد رضاك، وأعيش العمر بحبك. الحمد لله دائما، في السراء وفي الألم. كل حياتي بين يديك، وأنت الرحيم الأكرم. يا نور يا نور، نفر الهواء بما قرأنا وهدية واصلة ومتنازلة ومتشاملة إلى حضرة ربنا محمد صلى الله عليه وسلم، ثم إلى أرواح آبائه وإخوانه من الأنبياء والمرسلين، وإلى حضرة أزواجه الطاهرات أمهات المؤمنين، وإلى حضرة سائر صحابته أجمعين. اللهم بحقهم بجاهه بقربين لديك سيرنا وسهل أمورنا. اللهم بارك لنا فيما أعطيتنا، وبارك لنا في جميع أمورنا، وقنا واصرف شر ما قضيت. ربنا ظلمنا أنفسنا، وإن لم تغفر لنا وترحمنا لنكن من الخاسرين. ربنا لا تزغ قلوبنا بعد إذ هديتنا، وهب لنا من لدنك رحمة إنك أنت الوهاب. اللهم اسل مرادنا مراد من أوصانا بدعاء من شر مراد وشافي الأمراض. اللهم بارك لنا فيما أعطيتنا، وبارك لنا في جميع أمورنا، وقنا واصرف شر ما قضيت. اللهم إلى حضرة أرواح آبائنا وأمهاتنا، وإلى حضرة من بينهم خاصة. اللهم اجعل قبورنا وقبورهم روضة من رياض الجنة، واجعل قبورنا وقبورهم روضة من النيران. اللهم بأن شفاعتهم ومن روضتهم ونبض ذريهم وتقبل صلاتهم، واجمع بيننا وبينهم في جناتك النعيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا دعاءنا إنك أنت السميع العليم، تب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. ബഹുമാന്യനായ ഏറെ ആദരണീയനായ റഷീദിയ അറബി കോളേജിൻ്റെ പ്രസിഡൻറ്റും മുസ്ലിം ഉമ്മത്തിൻ്റെ നായകനുമായ സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ, ഈ സ്ഥാപനത്തിൻ്റെ പ്രിൻസിപ്പൽ ബഹുമാനപ്പെട്ട നാസർ ശിഹാബ് തങ്ങൾ, മറ്റ് വേദിയിലുള്ള ഹക്കീം ഫൈസി ഉസ്താദ്, കുട്ടി സന്താരിമി, റഹ്മാൻ ഫൈസി തുടങ്ങിയ ഉലമാക്കളുണ്ട്, ഉമറാക്കളുണ്ട്, വിശിഷ്ട വ്യക്തിത്വങ്ങളുണ്ട്, പ്രിയപ്പെട്ട സഹോദരന്മാർ. ഇന്ന് നമ്മൾ ഒരു പ്രാഥമികമായി നമ്മുടെ ക്ലാസ് മഹാനായ തങ്ങളോട് അതിൻ്റെ ആരംഭം കുറിപ്പിക്കുകയാണ്. നമ്മുടെ കെട്ടിടോദ്ഘാടനം ഇൻഷാ അല്ലാഹ്
2-3 മാസം കഴിഞ്ഞ് കാലാവസ്ഥ ഒന്ന് അനുകൂലമായി മറ്റെല്ലാം കൂടി ഒത്താൽ അല്പം കൂടി കുറച്ച് വർക്ക് കൂടി മിനുക്ക് പണി നമുക്ക് ബാക്കിയുണ്ട്. എല്ലാം കഴിഞ്ഞ് അതിമനോഹരമായൊരു വലിയ നമ്മുടെ ഒരു വലിയ സ്വപ്ന സാക്ഷാത്കാരത്തിൻ്റെ സുദിനമായ അന്നുണ്ടാവും. ഇത് ഇന്ന് തങ്ങളെ തിരക്ക് പിടിച്ച സമയത്ത് ഞങ്ങൾ ചെന്ന് ഇതിൻ്റെ പ്രാരംഭമായി ഒന്ന് കിതാബ് ഓതണം. കാരണം കുട്ടികളെ ഇങ്ങോട്ട് മാറ്റലേ ഇനി കഴിയുള്ളൂ. നമ്മുടെ എത്രയോ കുട്ടികൾ ഇപ്പോൾ നമ്മളിലേക്ക് വന്നു. ഇതൊക്കെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ നാട് സത്യത്തിൽ ഈ ഒരു സുദിനത്തിന് ഇതിന് റഷീദിയയുടെ പതിറ്റാണ്ടുകൾ പഴക്കമുള്ള നമ്മുടെ റഷീദിയ എത്രയോ മഹാന്മാർ, കണ്യത്ത് ഉസ്താദ് മഹാനാ ശിഹാബ് തങ്ങളും ചാപ്പനങ്ങാടി ബാപ്പു ഉസ്താദ് അടക്കമുള്ളവർ എത്രയോ ഉസ്താദുമാരുടെ പാദസ്പർശമേറ്റ് അനുഗ്രഹീതമായതും അവരുടെ പ്രാർത്ഥന കൊണ്ട് സഫലമായതുമായ ഒരു സ്ഥാപനമാണ് റഷീദിയ. അതൊന്ന് മാറ്റി സ്ഥാപിക്കണം. അവിടെയുള്ള അപര്യാപ്തതയുണ്ടായിരുന്നു. നമുക്കവിടെ ആ റഷീദിയനെ ഒന്ന് വിപുലീകരിക്കുന്നതിന് വേണ്ടി നമ്മൾ ഏകദേശം 29 സെൻറ്റ് സ്ഥലം പൊന്നും വിലക്ക് അതിനോട് ചാരി നമ്മളന്ന് എടുത്തു. ഏകദേശം 2.25 കോടി രൂപയായിരുന്നു അന്ന് ആ സ്ഥലത്തിന് നമുക്ക് ചിലവായത്. അതുണ്ടാക്കിയെടുത്ത് അവിടെ ഉണ്ടാക്കി തറക്കല്ലിട്ടപ്പോഴാണ് മഹാനായ സയ്യിദ് ഹൈദലി ശിഹാബ് തങ്ങൾക്ക് ഒരാഗ്രഹം, നമുക്ക് 4 ഏക്കറോളം സ്ഥലം ഇവിടെ ഉണ്ടല്ലോ, എല്ലാം കൊണ്ടും അവിടെയല്ലേ നല്ലത് എന്ന് ചോദിക്കുകയും ഞങ്ങൾ ഇങ്ങോട്ട് മാറുകയുമായിരുന്നു. സ്വന്തമായി റഷീദിയയുടെ ഈ സ്ഥലം 4 ഏക്കറോളമുള്ള ഈ സ്ഥലത്തേക്ക് മാറണമെന്ന് സയ്യിദ് ഹൈദലി ശിഹാബ് തങ്ങളോടും കൂടി ഒരാഗ്രഹമുണ്ടായപ്പോൾ ഞങ്ങളെല്ലാവരും അതിൽ സന്തോഷത്തോടെ നിന്നു. അള്ളാഹു അത് കാണാൻ അദ്ദേഹത്തിന് ആയുസ് കൊടുത്തില്ല. പക്ഷെ വലിയ ആഗ്രഹമായിരുന്നു. റഷീദിയ എന്ന് പറഞ്ഞാൽ വലിയ താല്പര്യമായിരുന്നു എപ്പോഴും. ഇന്ന് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളും അതേ പാതയാണ് പിന്തുടരുമ്പോൾ അതിനൊരു പ്രത്യേക ഈ സമയവും കാര്യങ്ങളും ഒക്കെ നൽകി. അങ്ങനെ നമുക്ക് തങ്ങളെല്ലാം തന്നുപോയി. മഹാനായ നാസർ ഹജി ശിഹാബ് തങ്ങൾ ഇതിൻ്റെ പ്രിൻസിപ്പളായി തങ്ങൾ തന്നെ അവരോധിച്ചു തന്നു. അങ്ങനെ ഈ സ്ഥാപനം ഇന്ന് ഇതൊരു 47,000 സ്ക്വയർ ഫീറ്റുള്ള ഒരു വലിയ കെട്ടിടമായി മാറുകയാണ്. നമ്മൾ ബഹുമാനപ്പെട്ട ഹക്കീം ഫൈസി ഇവിടെയുണ്ട്. വാഫി സംവിധാനത്തിന് കരുവാരക്കുണ്ടും പാങ്ങിലും ഒക്കെ ഉണ്ടെങ്കിലും അതുപോലെ തന്നെ ഏറ്റവും മനോഹരമായി അത് സ്ഥാനമുള്ള ഒരു മഹാസ്ഥാപനമായി റഷീദിയയും വളരുകയാണ്. വാഫിയുടെ കീഴിൽ അതുണ്ടാവും. ഒരു ഇസ്ലാമിക പ്രബോധന പ്രചരണത്തിൻ്റെ ഏറ്റവും വലിയ അടിസ്ഥാന കേന്ദ്രമായി നമുക്കിതുണ്ട്. അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. നമ്മുടെ എല്ലാ പരിഭാഷകളും പിന്നീടാണ്. ഇൻഷാ അല്ലാഹ് വളരെ ക്ഷണിക്കപ്പെട്ട് വളരെ കുറേ ബഹുമാനപ്പെട്ട MLAയും ഇവിടെ എത്തി. അങ്ങനെ ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് മാത്രം കിടക്കുകയാണ്. ഇതൊരു ഏറ്റവും വലിയ സ്വപ്ന സാക്ഷാത്കാരത്തിൻ്റെ സുദിനം. ഈ നാട്ടുകാർ ഇതിന് വലിയ നമ്മളൊന്നും പുറത്തേക്ക് പോയി വലിയ കലക്ഷനുകളൊന്നും നടന്നില്ല. അപൂർവമായി കുറഞ്ഞ ഭാഗങ്ങളെ ലഭിച്ചിട്ടുള്ളൂ. വിദേശത്തുനിന്ന് എല്ലാം ഈ നാട്ടുകാരാണ്. ഈ നാട്ടിൽ തന്നവരോട് തന്നെ വീണ്ടും വീണ്ടും ഞങ്ങൾ സമീപിക്കുകയായിരുന്നു. ഒരു ചാക്ക് സിമെൻറ്റ് പോലും ഇതിന് വാങ്ങിയിട്ടുണ്ട്. ഒരു വാതിൽ പൊളി വാങ്ങിയിട്ടുണ്ട്. ഓരോ ഡോർ ജനൽ പൊളി വാങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഗ്ലാസുകൾ വാങ്ങിയിട്ടുണ്ട്. ടൈൽസുകൾ വാങ്ങിയിട്ടുണ്ട്. അങ്ങനെ എല്ലാവരുടെയും പങ്കാളിത്തത്തോടു കൂടി നന്ദി പറയേണ്ടതും ഞങ്ങൾ കടപ്പെട്ടവരും നിരവധിയാണ്. ഏകദേശം 6 കോടിയോളം രൂപയാണ് നമുക്ക് ഇതിനു വേണ്ടി ഇപ്പോൾ ചെലവ് വരുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ നിരവധി ആളുകൾ ഞങ്ങൾ സമീപിച്ചവരൊക്കെ തന്നവർ തന്നെ വീണ്ടും വീണ്ടും നൽകുകയാണ്. എല്ലാവരോടും ഈ സുദിനത്തിൽ ഹൃദയം തൊട്ട് നന്ദി പറഞ്ഞുകൊണ്ട് അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥനാ മനസ്സോടെ ഞാൻ എൻ്റെ കടമയിലേക്ക് കടക്കുകയാണ്. ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത്, ഇത് പ്രാർത്ഥന കൊണ്ട് ഇതിന് തുടക്കം കുറിച്ച് തരുന്നത്, ഇത് കിതാബ് ഓതി കൊടുത്ത് നമ്മളെ കുട്ടികൾക്ക് ആരംഭം കുറിക്കുന്നത് മഹാനായ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ അവറുകളാണ്. അദ്ദേഹത്തെ എല്ലാവിധ ആദരവോടുകൂടിയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. മറ്റൊന്ന്, ഈ സ്ഥാപനത്തിൻ്റെ പ്രിൻസിപ്പൽ നമുക്കൊക്കെ വേണ്ടപ്പെട്ട ബഹുമാനപ്പെട്ട നാസർ ഹജി ശിഹാബ് തങ്ങൾ അവറുകളാണ്. അദ്ദേഹമാണ് ഈ ചടങ്ങ് നിയന്ത്രിക്കുന്നത്. അദ്ദേഹത്തെയും ഔപചാരികതയ്ക്ക് വേണ്ടി ഞാൻ സ്വാഗതം പറയുകയാണ്. അതുപോലെ തന്നെ പ്രിയപ്പെട്ട അബ്ദുൽ ഹക്കീം ഫൈസി ഇവിടെയുണ്ട്. വാഫി സംവിധാനത്തിൻ്റെ ജീവനാഡിയായ പ്രിയപ്പെട്ട അബ്ദുൽ ഹക്കീം ഫൈസിയെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ വാഫി സംവിധാനത്തിൻ്റെ വൈസ് പ്രസിഡൻറ്റും SYSൻ്റെ ജില്ലാ വൈസ് പ്രസിഡൻറ്റും നമുക്കെല്ലാം നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട റഹ്മാൻ ഫൈസി ഉസ്താദ് ഇവിടെയുണ്ട്. അദ്ദേഹത്തെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു.
ബഹുമാനായ കുട്ടിയസന്താരിമി ഉസ്താദ് പഠിച്ചു. അദ്ദേഹത്തോട് ഞാൻ നിർബന്ധമായി വരണമെന്ന് ഇന്ന് ഞാൻ പ്രത്യേകിച്ച് ക്ഷണിക്കുക. എല്ലാവരും ക്ഷണിച്ചിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിന് തിരക്കുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞു നിങ്ങൾ വരണമെന്ന്. എപ്പം കാണുമ്പോഴും റഷീദിയെക്കുറിച്ച് പറയും, റഷീദിയ പൂർത്തീകരണത്തിൻ്റെ പ്രയാസങ്ങളെക്കുറിച്ച് പറയും. അതെന്ത് വന്നാലും അത് ഉണ്ടാക്കിയെടുക്കണമെന്ന് പല വേദിയിൽ വെച്ചും അദ്ദേഹം പറയാറുണ്ട്. ആ സുദിനത്തിന് തന്നെ അദ്ദേഹം വേണമെന്ന് മറ്റൊക്കെ നമ്മൾ പിന്നീട് വിളിക്കും എല്ലാവരെയും. ഇന്ന് അദ്ദേഹത്തെ ഞാൻ നിർബന്ധിച്ചാണ് ഈ പരിപാടിക്ക് വിളിച്ചത്. അതുപോലെ തന്നെ നമുക്ക് എല്ലാം റഹ്മാൻ ഫൈസിയുണ്ട്, എല്ലാം പറഞ്ഞു. ഞാൻ പ്രിയങ്കരനായ സുലൈമാൻ ഹാജി ഇവിടെയുണ്ട്. സുലൈമാൻ ഹാജിയെ എല്ലാവർക്കും അറിയാം. അൽഹംദുലില്ലാ അദ്ദേഹം നമ്മോട് കൂടെ തന്നെയാണ്. സന്തോഷകരമായ വാർത്തയൊക്കെ അടുത്ത് തന്നെ ഉണ്ടാവുകയും ചെയ്യും. അദ്ദേഹം ഒരിക്കലും നമ്മിൽ നിന്ന് അദ്ദേഹത്തിന് നമ്മെ മാറ്റാനോ കഴിയാത്ത ഒരവസ്ഥയാണ് സുലൈമാൻ ഹാജി എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യത്തിലൊക്കെ ഞങ്ങളെ വല്ലാതെ സഹായിക്കുന്നുണ്ട്. ഞങ്ങളൊക്കെ എന്ത് കാര്യം പറഞ്ഞാലും അതിൻ്റെ കൂടെ സുലൈമാൻ ഹാജി ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ്. പ്രിയങ്കരനായ KO അലി ഹാജി, പ്രിയങ്കരനായ ഷൗക്കത്ത് അലി ഹാജി, പ്രിയപ്പെട്ട KP, പ്രിയങ്കരനായ നമ്മുടെ MLA TP അഷ്റഫ് അലി സാഹിബ് ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹം തിരക്ക് പിടിച്ച സമയമാണ്. ഇന്ന് അദ്ദേഹത്തിന് തിരക്കുണ്ടായിട്ട് ഞാൻ പറഞ്ഞു മറ്റൊരു പരിപാടി നേരത്തെ ഏറ്റുകൂടായിരുന്നു. തങ്ങളാണെങ്കിൽ ഈ സമയത്ത് ഡേറ്റ് വന്നു. ഞാൻ പറഞ്ഞു അത് ക്യാൻസൽ ചെയ്യും, ഇതിന് വരണം എന്ന് പറഞ്ഞു. തങ്ങളത് MLA അത് ക്യാൻസൽ ചെയ്തു. നമ്മുടെ ഈ പരിപാടിക്കാണ് അത് കഴിഞ്ഞിട്ടാണ് അദ്ദേഹം വരുന്നത്. ഞാൻ അദ്ദേഹത്തെയും സ്വാഗതം പറയുന്നു. അതുപോലെ തന്നെ പ്രിയങ്കരനായ നാസറുദ്ദീൻ ദാരിമി, ഞങ്ങളുടെ പ്രിയപ്പെട്ട KP, മുഹമ്മദ് ഫൈസി, ബീരാനാജി, ഇനി അതുപോലെ തന്നെ മറ്റുള്ള എല്ലാവരും നമ്മളെ ഹെന്നൈനാജി, അദ്ദേഹത്തിനൊക്കെ ചിരകാലമായി ഏതു സമയത്തും പോയി വരുമ്പോഴും മടിയിൽ എന്തൊക്കെ ഉണ്ടാവും, എന്തെങ്കിലുമൊക്കെ ആരോടൊക്കെ പറഞ്ഞ് വാങ്ങിത്തന്നു. അങ്ങനെ ഈ സ്ഥാപനത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ബിനാജ് സയ്യിദ് BSK തങ്ങൾ, അതുപോലെ തന്നെ അബൂ ഇബ്രാഹിം ജില്ല സുലൈമാൻ ഹാജി, ആനമങ്ങാട് മുഹമ്മദ് കുട്ടി ഫൈസി, പിന്നെ ഫൈസൽ ബാംഗ്ലൂർ, അദ്ദേഹം ബാംഗ്ലൂരിൽ നിന്ന് എത്തിയിട്ടുണ്ട്. ബഹുമാനായ നമ്മുടെ പ്രിൻസിപ്പളിൻ്റെ ഒരു സന്ദർശാചാരിയും ഇപ്പോൾ കൂടെ ഹജ്ജിന് പോയി വന്ന വ്യക്തിത്വമാണ്. മുണ്ടപറമ്പ് മുഹമ്മദ് ഫൈസി. ഇനി ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ട്? പ്രിയപ്പെട്ട CT തുടങ്ങിയ എല്ലാവരും ഉണ്ട്. ഞാൻ ആരെയും ഞങ്ങളെ കമ്മിറ്റി മെമ്പർമാർ മറ്റെല്ലാവരെയും ഔപചാരികതയ്ക്ക് വേണ്ടി ഞാൻ സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഈ ചടങ്ങിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്നതിന് വേണ്ടി ബഹുമാനായ നാസർ ഹാജി ശിഹാബ് തങ്ങളെ വിനയപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും. ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട തങ്ങൾക്ക് ഗൂഡല്ലൂർ എത്തേണ്ടതാണ്. അദ്ദേഹം നടത്തി കഴിഞ്ഞതിന് ശേഷം അധ്യക്ഷ പ്രസംഗം നടത്തും. അഭിനന്ദനായ അധ്യക്ഷൻ, സ്ഥാപനത്തിൻ്റെ പ്രിൻസിപ്പൽ കൂടിയായ സയ്യിദ് നാസർ അബ്ദുൽ ഹൈ ശിഹാബ് തങ്ങൾ അവർ, ആദരണീയനായ ഈ കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ജബ്ബാർ ഹാജി സാഹിബ്, പ്രിയപ്പെട്ട MLA അഷ്റഫ് അവർ, പ്രിയപ്പെട്ട റഹ്മാൻ ഫൈസി, BSK തങ്ങൾ, CIC ജനറൽ സെക്രട്ടറി അബ്ദുൽ ഹക്കീം ഫൈസി ആദർശേരി അവരുടെ, പ്രിയപ്പെട്ട കുട്ടിയസന്താരിമി, ആദരണീയനായ സുലൈമാൻ ഹാജി സാഹിബ്, ആനമങ്ങാട് മുഹമ്മദ് ടി ഫൈസി അവർ, ഫൈസൽ ബാംഗ്ലൂർ, മുഹമ്മദ് ഫൈസി, വേദിയിലും സദസ്സിലുമൊക്കെ സന്നിഹിതരായ മറ്റ് വിശിഷ്ട വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ട സഹോദരന്മാർ, റഷീദി അറബിക് കോളേജിൻ്റെ ഈ വർഷത്തെ ക്ലാസ്സുകളുടെ തുടക്കമാണല്ലോ ഇന്നിപ്പോൾ ഇവിടെ നടക്കുന്നത്. റഷീദി അറബിക് കോളേജിലെ വാഫി സംവിധാനത്തിൻ്റെ 2026 6 വർഷത്തെ ക്ലാസ്സുകൾ ഇന്ന് സമാരംഭം കുറിക്കുകയാണ്. ജബ്ബാർ ഹാജി സാഹിബ് ചുരുങ്ങിയ വാക്കുകളിലാണെങ്കിലും റഷീദിയയുടെ ചരിത്രം നമുക്ക് മുമ്പിൽ വെളിപ്പെടുത്തി തരികയുണ്ടായി. കരമണ്ണപ്പാറ അങ്ങാടിയിൽ പരിമിതമായിട്ടുള്ള സൗകര്യങ്ങളോടെ തുടക്കം കുറിച്ചിട്ടുള്ള റഷീദിയ
മഹാനായ അദ്ദേഹം ഒരുപാട് മഹാത്മാക്കളുടെ പേരുകൾ ഇവിടെ പറഞ്ഞു. അതോടൊപ്പം തന്നെ നമുക്ക് മറക്കാനാവാത്ത പേരാണ് സെയ്ദ് മുഹമ്മദ് നിസാമി ഉസ്താദ് അവർക്ക്. അപ്പോൾ അദ്ദേഹത്തിൻ്റെയൊക്കെ ആ വലിയ കാർമ്മികത്വത്തിൽ ഏറെ വർഷങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട് ഒരു മാതൃകാ സ്ഥാപനമായിട്ട് തന്നെ റഷീദിയക്ക് വളരുവാൻ കഴിഞ്ഞു. ഇന്ന് കാണുന്ന ഈ സംവിധാനത്തിലേക്ക് റഷീദിയക്ക് അതിൻ്റെ വളർച്ച തുടരുവാൻ കഴിയുന്നു എന്നുള്ള സന്തോഷത്തിലാണല്ലോ നമ്മളെല്ലാവരും ഇവിടെ കൂടിയിട്ടുള്ളത്. ഭൗതിക വിദ്യാഭ്യാസ സമന്വയത്തിൻ്റെ പ്രാധാന്യം ഇന്നെല്ലാവരും അംഗീകരിച്ച് കഴിഞ്ഞിട്ടുള്ള ഒന്നാണ്. കേവല സാക്ഷരതയും ഭൗതിക മേഖലയിലെ വളർച്ചയും മാത്രം പോരാ, മനുഷ്യ സമൂഹത്തിൻ്റെ വ്യവസ്ഥാപിതമായിട്ടുള്ള വളർച്ചയ്ക്കും സാമൂഹ്യ ജീവിതത്തിൻ്റെ കെട്ടുറപ്പിനും മതധാർമ്മിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ഒരു ജീവിതമാണ് വേണ്ടത് എന്ന് ഭൗതിക ബുദ്ധിജീവികൾ പോലും വിലയിരുത്തുന്ന ഒരു കാലമാണിത്. ദൈവത്തെ തന്നെ വെല്ലുവിളിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ശാസ്ത്രത്തിൻ്റെ വളർച്ചയിൽ അഹങ്കാരം പൂണ്ടിരുന്ന ഒരു സമൂഹം ഇവിടെ ജീവിച്ചിരുന്നു. പക്ഷേ ഇന്ന് ആ സമൂഹം തിരിച്ചറിവിൻ്റെ പാതയിലാണ് എന്നുള്ള ബൗദ്ധിക മണ്ഡലത്തിൻ്റെ ആ ഒരു മാറ്റം ഇന്നെല്ലാവരും അത് ഉറക്കെ പറയുന്നു എന്നുള്ളതാണ്. അള്ളാഹുവിൻ്റെ അചഞ്ചലമായിട്ടുള്ള ശക്തിയെയും അസ്തിത്വത്തെയും ഇന്ന് ശാസ്ത്രത്തിനും അംഗീകരിക്കേണ്ടി വന്നിരിക്കുന്നു എന്നുള്ളതാണ്. കോടതികൾ പോലും വിലയിരുത്തുന്ന കാര്യവും അതുതന്നെയാണ്. ന്യായാധിപന്മാർ പലപ്പോഴും അത്ഭുതം കൂറുന്ന കാഴ്ചയും നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. സാമൂഹിക ജീവിതത്തിലെ ജീർണതകൾ, മനുഷ്യ ജീവിതത്തിലെ കൊടും പാതകങ്ങൾ പുറത്തു വരുന്ന സാഹചര്യങ്ങളുണ്ട്. ഡിഗ്രിയും PGയും അതിനും മേലെയുള്ള ഗവേഷണങ്ങളും റിസർച്ചുകളുമൊക്കെ ആയിട്ട് മുന്നേറുന്ന ആ മനുഷ്യൻ തന്നെ സന്നിഗ്ധമായിട്ടുള്ള ഘട്ടത്തിൽ കൊടും ക്രൂരകൃത്യങ്ങൾ ചെയ്യുവാനും മടിക്കാത്ത സാഹചര്യമാണ്. അവിടെയാണ് ന്യായാധിപന്മാർ അത്ഭുതം കൂറുന്നത്. വർഷങ്ങളുടെ പഠനം, തിക്തമായിട്ടുള്ള പരീക്ഷകൾ, സമൂഹത്തിൽ അറിയപ്പെടുന്ന ബുദ്ധിജീവികളുടെയും അധ്യാപകന്മാരുടെയും നിഷ്കർഷയോടെയുള്ള ശിക്ഷണം, ഇതെല്ലാം കൊണ്ട് വളർന്നു വരുന്ന സമൂഹം പക്ഷേ സന്നിഗ്ധമായിട്ടുള്ള ഘട്ടത്തിൽ ക്രൂരകൃത്യങ്ങൾ ചെയ്യാൻ അവർ തയ്യാറാക്കുന്നു. മാതാപിതാക്കളെപ്പോലും കൊലക്കത്തിക്ക് ഇരയാക്കുവാൻ അവർ തയ്യാറാക്കുന്നു. സാഹോദര്യ ബന്ധങ്ങളെ വിലമതിക്കാതെ ജീവിക്കുന്നു. സ്വത്തിനും സാമ്പത്തിക നേട്ടങ്ങൾക്ക് വേണ്ടി എല്ലാ ബന്ധങ്ങളെയും കാറ്റിൽ പറത്തുവാൻ അവർ തയ്യാറാകുന്നു. അതിനുവേണ്ടി എന്ത് നീചകൃത്യവും തയ്യാറായി അതെല്ലാം കോടതികളുടെ മുന്നിലെത്തുമ്പോൾ ന്യായാധിപന്മാർ അവർ വിലയിരുത്തുന്ന ഒരു കാര്യമുണ്ട്. ഇന്നത്തെ വിദ്യാഭ്യാസപരമായിട്ടുള്ള ഈ നേട്ടങ്ങൾ ഭൗതിക മേഖലയിലെ മെറ്റീരിയൽ ബെനിഫിറ്റിന് വേണ്ടിയിട്ടുള്ള നെട്ടോട്ടം. പുതിയ കാലഘട്ടത്തിലെ വിദ്യാഭ്യാസം അതാണ് സമൂഹത്തെ പ്രേരിപ്പിക്കുന്നത്. സ്വന്തം അഭിവാഞ്ചകൾക്ക് വേണ്ടി എന്തും ചെയ്യാം
എന്ത് സ്വാതന്ത്ര്യവുമാകാം. ഒരു നിത്യചൈതന്യതി അദ്ദേഹത്തെ നമ്മളൊക്കെ ഓർക്കുന്നൊരു വ്യക്തിത്വമാണ്, ഒരു ആത്മീയ വ്യക്തിത്വമാണ്. അദ്ദേഹം ഇന്ത്യയെക്കുറിച്ച് പറയുന്നുണ്ട്, ഇന്ത്യയിലെ ജനങ്ങൾക്ക് സ്വാതന്ത്ര്യം കൂടുതലാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്ത് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യയിലെ ആൾക്കാരുണ്ട്, ഇന്ത്യയിലെ ജനങ്ങൾക്കുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുന്നത് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അപ്പം അദ്ദേഹത്തെ പോലെയുള്ള ബുദ്ധിജീവികളൊക്കെ അത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുന്നു. അതിൻ്റെയൊക്കെ കാരണവും അവർ പറയുന്നുണ്ട്. ഭൗതികമായിട്ടുള്ള ഈ നെട്ടോട്ടത്തിനിടയിൽ നമ്മൾ മറന്നു പോകുന്ന ആത്മീയവും ധാർമ്മികവുമായിട്ടുള്ള മൂല്യങ്ങൾ, ആ ഓർമ്മകളിലൂടെ ആയിരിക്കണം മനുഷ്യൻ ജീവിക്കേണ്ടത്, മുന്നോട്ട് പോകേണ്ടത് എന്നാണ് ഇന്ന് ആധുനിക ന്യായാധിപന്മാർ പോലും വിലയിരുത്തുന്നത്. അവരതാത് രാജ്യങ്ങളിലെ ഗവൺമെൻറ്റുകളോട് ആവശ്യപ്പെടുന്ന അതാണ്. ഒരു രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ റവന്യൂ വരുമാനം, ആ റവന്യൂ വരുമാനം ഉപയോഗിക്കുന്നത് വിദ്യാഭ്യാസത്തിന് വേണ്ടിയാണ്, ശാസ്ത്രീയ പുരോഗതിക്ക് വേണ്ടിയാണ്, സാങ്കേതിക വിദ്യയുടെ വളർച്ചയ്ക്ക് വേണ്ടിയാണ്. പക്ഷെ അതിനിടയിൽ മറന്നുപോകുന്നു ധാർമ്മിക മൂല്യങ്ങളെക്കുറിച്ച് പഠിക്കുവാൻ, അതേക്കുറിച്ച് ചിന്തിക്കുവാൻ. ഇപ്പോൾ കോടതികൾ ഇപ്പോൾ അതാണ് ഓർമ്മപ്പെടുത്തുന്നത്, ഓരോ രാജ്യങ്ങളോടും ഓരോ ഭരണാധികാരികളോടും പറയുന്നതാണ്, നിങ്ങളുടെ പൗരന്മാരെ ധാർമ്മിക മൂല്യങ്ങളിലേക്ക് പഠിപ്പിക്കുവാൻ തയ്യാറാകണമെന്നാണ് അവർ പറയുന്നത്. ധർമ്മവിചാരങ്ങളിലൂടെ വളരുവാൻ അവരെ നിർബന്ധിക്കണം. ഇപ്പോൾ ഗവൺമെൻറ് അതാണല്ലോ പറയുന്നത്, ലഹരി വിരുദ്ധ നീക്കങ്ങൾക്ക് ഗവൺമെൻറ് ജനങ്ങളുടെ സഹകരണം ആവശ്യപ്പെടുകയാണ്, മതങ്ങളുടെ സഹകരണമാണ് ആവശ്യപ്പെടുന്നത്. മതവിശ്വാസികളുടെ, പള്ളികളുടെ, ക്ഷേത്രങ്ങളുടെ, ചർച്ചുകളുടെ, അവരുടെയൊക്കെ സേവനം ലഹരിക്കെതിരെ നിർബന്ധമായും നടപ്പാക്കണമെന്നാണ് ഗവൺമെൻറ്റുകൾ പോലും പറയുന്നത്. ഗവൺമെൻറ് സ്വന്തം ചെയ്യാൻ കഴിയുന്നില്ല. അപ്പോൾ ധാർമ്മിക മൂല്യങ്ങൾ അത് മതപരമായിട്ടുള്ള വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. മതം ദൈവത്തിലേക്കാണല്ലോ നമ്മെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയെപ്പോലെയുള്ള രാജ്യത്ത് വിവിധ മതങ്ങളുണ്ട്, വിവിധ വിശ്വാസധാരങ്ങളുണ്ട്. പക്ഷേ അവയെല്ലാം തന്നെ അവരവരുടെ വിശ്വാസപ്രകാരം ദൈവിക മൂല്യങ്ങളിലേക്കാണ് കൊണ്ടുപോകുന്നത്. ആ പഠനമാണ് ആവശ്യമായിട്ടുള്ളത്. അപ്പം ആ പഠനത്തെ ഭരണഘടന പോലും പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഇന്ത്യയുടെ ഭരണഘടന ഓരോ മതത്തിനും അവരുടെ വിശ്വാസ പ്രമാണങ്ങൾക്കനുസരിച്ച് പഠിപ്പിക്കുവാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കുന്നുണ്ട്. നമ്മളിവിടെ മുസ്ലിങ്ങൾ ആ കാര്യത്തിൽ നേരത്തെ തന്നെ വളരെ ബോധവാന്മാരാണ് എന്നുള്ളത് നമുക്ക് ചാരിതാർത്ഥ്യത്തോടെ തന്നെ ഓർമ്മിക്കുവാൻ സാധിക്കും. മദ്രസകളും ദീനി സ്ഥാപനങ്ങളും അറബിക് കോളേജുകളും അതുപോലെ തന്നെ പണ്ഡിതന്മാരുടെ വഅദുകളും പ്രഭാഷണങ്ങളും പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ പോലും വളരെ സജീവമായിട്ടുള്ള ഈ കാലത്ത് അതുപയോഗിച്ചുകൊണ്ടും ധാർമ്മിക മൂല്യങ്ങളെക്കുറിച്ച് പഠിപ്പിക്കുവാനൊക്കെ തന്നെ പണ്ഡിത സമൂഹവും മുന്നോട്ട് വരുന്നുണ്ട്. ഇതൊക്കെ തന്നെ സാമൂഹ്യ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ വളർത്തിക്കൊണ്ടുവരണം. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് റഷീദിയ അറബിക് കോളേജിനെ പോലെയുള്ള സ്ഥാപനങ്ങൾ പ്രവർത്തിച്ചു വരുന്നത്. ഇനിയും നമുക്കത് കൂടുതൽ വ്യാപകമാക്കേണ്ടതുണ്ട്. ഇത്തരം സംവിധാനങ്ങളെ നമുക്ക് വളർത്താൻ വേണ്ടി ഉള്ള കാര്യങ്ങളിൽ അതെല്ലാവരും അത് ഒറ്റക്കെട്ടായിട്ട് തന്നെ ആ കാര്യങ്ങളിൽ ശ്രദ്ധിക്കണം എന്നാണ് എനിക്കിവിടെ ഓർമ്മപ്പെടുത്തുവാനുള്ളത്. ഞാൻ കൂടുതൽ പറയുന്നില്ല. ഇവിടുത്തെ സംവിധാനം ഇപ്പോൾ ഇവിടെ നമ്മുടെ വാഫി കോളേജിനാണല്ലോ തുടക്കം കുറിക്കുന്നത്. അതിൻ്റെ ഈ വർഷത്തെ പഠനാരംഭമാണ് ഇവിടെ കുറിക്കപ്പെടുന്നത്. വാഫി സംവിധാനം സമൂഹത്തിലുണ്ടാക്കിയിട്ടുള്ള ഉന്നമനം വളരെ വലുതാണ്. ഏതൊരു സർവകലാശാലകൾക്ക് അക്കാഡമിക് സർവകലാശാലകളെയും വെല്ലുന്ന തരത്തിലുള്ള സിലബസാണ് വാഫി സംവിധാനത്തിലൂടെ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്ന് വിദ്യാഭ്യാസ വിചക്ഷണന്മാർ വിലയിരുത്തി കഴിഞ്ഞിട്ടുള്ള ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ അതിപ്പോൾ റഷീദിയയുടെ നേതൃത്വത്തിൽ ഈ പ്രദേശത്ത് അതിവിടെ നടന്നു വരുന്നു എന്നൊരു വലിയ ചാരിതാർത്ഥ്യം നമുക്ക് സംബന്ധിച്ചിടത്തോളമുണ്ട്. അതിനെ സഹായിക്കാനും സഹകരിക്കാനും ഒക്കെ എല്ലാവരും മുന്നോട്ട് വരണം. ഇവിടെ നമ്മുടെ ഈ സ്ഥാപനത്തെ സഹായിക്കാൻ ഒരുപാട് പേര് തയ്യാറായിട്ടുണ്ട്. ഇനിയും അത്
ഏറ്റെടുത്തുകൊണ്ട് ഇതിനെ വളർത്താൻ പ്രിയപ്പെട്ട ദീനീ സ്നേഹികൾ തയ്യാറാകണമെന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. ഇതിനെ സഹായിക്കാനും ഇതുമായി സഹകരിക്കുവാനും ഒക്കെ തയ്യാറായിട്ടുള്ളവർ അള്ളാഹു ഇതൊക്കെ സ്വീകരിക്കുമാറാകട്ടെ. ജാരിയായ സ്വതക്കയുടെ പരിപൂർണ്ണ പ്രതിഫലം അവർക്കൊക്കെ നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രാർത്ഥനയോടെ ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ഉച്ചരിച്ച് നിർവഹിക്കുന്നു. വാഖിറുദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കുട്ടികളൊക്കെ ബിറുൽ വാലിദൈനി എന്ന അഞ്ചാമത്തെ പേജ് കണ്ടില്ലേ? എല്ലാവരും ചൊല്ലിക്കോളി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അല്ലാഹുമ്മ റബ്ബി യസ്സിർ വലാ തുഅസ്സിർ റബ്ബി സിദ്നി ഇൽമൻ വഹിൽമൻ വഫഹ്മൻ വഅഖ്ലൻ വഅദബൻ വഹിഫ്ളൻ വഈമാനൻ കാമില റബ്ബി തമ്മിൻ ബിൽ ഖൈരി വസആദ. ഇനി അഞ്ചാമത്തെ പേജ് നോക്കുക. ഒരു ഹദീസാണ് ഞാൻ വായിക്കുന്നുണ്ട്. വഅൻ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഖാൽ സഅൽതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം അയ്യുൽ അഅമാലി അഹബ്ബു ഇലല്ലാഹ് ഖാല അസ്സലാത്തു അലാ വഖ്തിഹാ ഖുൽതു സുമ്മ അയ്യുൻ ഖാല ബിർറുൽ വാലിദൈൻ ഖുൽതു സുമ്മ അയ്യുൻ ഖാല അൽ ജിഹാദു ഫീ സബീലില്ലാഹ് മുത്തഫഖുൻ അലൈഹി. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു തൊട്ട് റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഖാല അദ്ദേഹം പറഞ്ഞു, സഅൽതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, സഅൽതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു. എന്താ ചോദിച്ചത്? അയ്യുൽ അഅമാലി അഹബ്ബു ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അമല് ഏതാണ്? അമലുടെ കൂട്ടത്തിൽ വെച്ച് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള അമല് ഏതാണ് എന്ന് ഞാൻ ചോദിച്ചു. ഖാല, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അസ്സലാത്തു അലാ വഖ്തിഹാ, നിസ്കാരം അതിൻ്റെ വഖ്തിൽ നിസ്കരിക്കുക. 5 വഖ്ത് നിസ്കാരം ഉണ്ടല്ലോ. ഏതൊക്കെയാണ് നിസ്കാരം അറിയില്ലേ? ഏതൊക്കെയാണ്? മഗ്‌രിബ്, ഇശാ, അത് വഖ്തിൽ നിസ്കരിക്കുക. സുബഹിൻ്റെ വഖ്തിൽ സുബഹി, ബുഹറിൻ്റെ വഖ്തിൽ ബുഹർ, അസറിൻ്റെ വഖ്തിൽ അസർ, മഗ്‌രിബിൻ്റെ വഖ്തിൽ മഗ്‌രിബ്, ഇശാഇൻ്റെ വഖ്തിൽ ഇശാ. പിന്നെ നമുക്ക് ജമ്മാക്കാനൊക്കെ ഉള്ള സമയമുണ്ട്. അതൊക്കെ ഇൻഷാ അല്ലാഹ് പിന്നീട് നമുക്ക് ഇവിടുന്ന് മറ്റ് പാഠങ്ങളൊക്കെ നിങ്ങൾ പഠിക്കും. ഇതൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ആ വഖ്തിൽ നിസ്കരിക്കുക, അതാണ് ഏറ്റവും അള്ളാഹുവിന് ഇഷ്ടമുള്ള അമല്. ഖുൽതു, പിന്നീട് ഞാൻ ചോദിച്ചു, സുമ്മയും, പിന്നീട് ഏതാണ്? ആദ്യം നിസ്കാരം വഖ്തിൽ നിസ്കരിക്കുക എന്ന് പറഞ്ഞു, പിന്നീട് ഏതാണെന്ന് ഞാൻ ചോദിച്ചു. ഖാല, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ബിർറുൽ വാലിദൈൻ, മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യലാണ്. മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുക. നമ്മെ പോറ്റി വളർത്തിയ നമ്മുടെ മാതാവ് പിതാവ്, അവർക്ക് ഗുണം ചെയ്യുക. അവർ പറഞ്ഞ് അനുസരിക്കുക, അവർക്ക് വേണ്ടതൊക്കെ ചെയ്യുക, ഹിദ്മത്ത് ചെയ്യുക. അവർ മുമ്പിൽ അതോടുകൂടെ അച്ചടക്കത്തോടുകൂടെ മര്യാദയോടുകൂടെ പെരുമാറുക എന്നൊക്കെ കേട്ടോ. അതിലൊരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ചുരുക്കത്തിൽ ഒറ്റയടിക്ക് പറയുന്നതാണ് ബിർറുൽ വാലിദൈൻ. ഖുൽതു സുമ്മ അയ്യൻ, പിന്നീട് ഏതാണെന്ന് ഞാൻ ചോദിച്ചു. ഖാല, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ജിഹാദു ഫീ സബീലില്ലാഹ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദ് നടത്തലാണ്. ഒരുപാട് പറയാനുണ്ട്. ധർമ്മസമരമാണ് ജിഹാദ്.
അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുക എന്നൊക്കെ അതിപ്പോൾ നമ്മൾ വളരെ ആഴത്തിൽ മനസ്സിലാക്കേണ്ട വിഷയമാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യലാണ് പിന്നീട് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള അമൽ എന്ന് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പം ഇന്ന് ചെറുതായിട്ട് നിങ്ങൾക്കൊന്ന് ഒരു ഹദീസ് വായിച്ചെന്ന് മാത്രം. ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് വിശദമായിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പം ഞങ്ങളൊക്കെ വളരെ ഉഷാറായിരുന്നു. എല്ലാ അവസരങ്ങളും പഠനത്തിന് ഉപയോഗിച്ചുകൊണ്ട് വളരെ റാഹത്തോടുകൂടെ നമ്മുടെ ഈ സ്ഥാപനം നമുക്ക് ഇൻഷാ അല്ലാഹ് അവിടെ നിന്ന് ഇങ്ങോട്ട് മാറുകയാണ്. ഇവിടെ സൗകര്യങ്ങളൊക്കെ ആയി വരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് കുറച്ചും കൂടി നമുക്ക് ഇതിൻ്റെ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്താനുണ്ട്. അപ്പോൾ രക്ഷിതാക്കളൊക്കെ അത് മനസ്സിലാക്കണമെന്ന് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അവിടെ നമുക്ക് ഇവിടെ തന്നെയാണ് നമ്മൾ പഠനത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെയാണ് നമ്മൾ. അപ്പോൾ അതിന് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു വരികയാണ്. അപ്പോൾ അത് ഇവിടെ നമുക്ക് വളരെ റാഹത്തോടുകൂടെ നമുക്ക് ഈ സ്ഥാപനം വരേണ്ടതിൻ്റെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാവിധ ഖൈറും ബറക്കത്തും റാഹത്തും ഇസ്സത്തും അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ദുആ ചെയ്തുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും. താങ്കൾ പോകുന്നതിന് മുമ്പ് നമുക്ക് ഇനി കുറേ വർക്കുകൾ ബാക്കിയുണ്ട്. ഇൻഷാ അല്ലാഹ് ബാക്കിയില്ലാത്തത് അതിമനോഹരമായ ഒരു ഗേറ്റാണ് നമുക്ക് ഒന്ന് വരുന്നത്. നമ്മുടെ ഈ സ്ഥാപനത്തിന് അനുയോജ്യമായ ഏറ്റവും നല്ലൊരു ഗേറ്റ് വേണം. മറ്റൊന്ന്, ഇവിടെ നിരന്തരം നമുക്ക് പരിപാടികൾ, ദീനി ക്ലാസ്സുകളും പ്രഭാഷണങ്ങളും ഒക്കെ വലിയ വലിയ പണ്ഡിതന്മാരെ കൊണ്ട് നടത്താൻ ആ പരിപാടിയുണ്ട്. അതിമനോഹരമായ ഒരു ഗ്രൗണ്ടുണ്ട്. അതിന് അനുയോജ്യമായ ഒരു സ്റ്റേജും നമുക്ക് വേണം. അപ്പം ഇത് രണ്ടും ബഹുമാനപ്പെട്ട സുലൈമാൻ ഹാജിയോട് അത് നൽകണമെന്ന് പറഞ്ഞു. അദ്ദേഹം അത് സന്തോഷപൂർവ്വം അത് രണ്ട് കാര്യം ഏറ്റെടുത്തിരിക്കുകയാണ്. കൂടാതെ അദ്ദേഹത്തോട് ഞങ്ങൾ പറഞ്ഞു ഇവിടെ ഈ ക്ലാസ് റൂമൊക്കെ ഒന്ന് സീൽ ചെയ്യണം എന്ന് പറഞ്ഞു. കൊടുത്തിട്ടുണ്ടല്ലോ, അദ്ദേഹം തരുന്നുണ്ട്. അതുകൊണ്ട് അത് അദ്ദേഹം ഇവിടെ പറയും. അതിൻ്റെ പ്രാരംഭമായി ആദ്യ ഗഡുവായി 2 ലക്ഷം രൂപ അദ്ദേഹം ഇപ്പോൾ തങ്ങളെ ഏൽപ്പിക്കുകയാണ്. അതിൻ്റെ ചെക്ക് ഏൽപ്പിക്കുകയാണ്. ആ ചടങ്ങിന് വേണ്ടി തങ്ങളെയും അത് നൽകുന്നതിന് വേണ്ടി സുലൈമാൻ ഹാജിയെ ക്ഷണിക്കുന്നു. സംവാദം ചെയ്യും. കേക്ക് വെച്ചോട്ട് പോകണ്ടല്ലേ? കേക്ക് പോണ്ടോ? പ്രഭാഷണത്തിന് മുമ്പ് നമ്മുടെ MLA TP അഷ്റഫ് അലി സാഹിബ് സംസാരിക്കുന്നു. ആദരവോടെ ക്ഷണിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സ്വലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. ഏറ്റവും ബഹുമാനനായ സയ്യിദുൽ ഉമ്മ പാണക്കാട് സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ, അധ്യക്ഷത വഹിക്കുന്ന ബഹുമാനായ സയ്യിദ് നാസർ ഹയ്യ് ശിഹാബ് തങ്ങൾ, ബഹുമാനായ BSK തങ്ങൾ, ഉസ്താദുമാരായ റഹ്മാൻ ഫൈസി, ഹക്കീം ഫൈസി ഉസ്താദ്,
കുട്ടി ഹസൻ ദാരിമി, പ്രിയപ്പെട്ട ജബ്ബാറാജിയും സുലൈമാനാജിയും ഉൾപ്പെടെയുള്ള ഈ സ്ഥാപനത്തിൻ്റെ നെട്ടലുകളായി പ്രവർത്തിക്കുന്ന ഈ പ്രദേശത്തെ ഉമറാക്കളെ, ഇവിടെ ഇന്ന് പഠനാരംഭം കുറിക്കുന്ന വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, മറ്റു ഉസ്താദുമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വളരെ കാലം മുൻപേ ആരംഭിച്ച സമന്വയ വിദ്യാഭ്യാസ രംഗത്തെ പുതിയ കാലത്തെ ഈ വളർച്ചകളൊക്കെ ഉണ്ടാകുന്നതിന് മുൻപേ തന്നെ ആരംഭം കുറിച്ചൊരു സ്ഥാപനമാണ് റഷീദിയ അറബിക് കോളേജ്. നമ്മുടെയൊക്കെ ചെറുപ്പകാലം മുതലേ കേൾക്കുന്ന ഒന്നാണ് റഷീദിയ അറബിക് കോളേജ്. നമ്മൾ ദാറുൽ ഹുദ എന്ന് കേൾക്കുന്നതിന് മുൻപേ, മറ്റു പല സമന്വയ വിദ്യാഭ്യാസ സ്ഥാപനം കേൾക്കുന്നതിന് മുൻപേ, വാസ്വി സംവിധാനങ്ങളൊക്കെ വരുന്നതിന് മുൻപേ ഉള്ള ഒരു സ്ഥാപനമാണ്. റഷീദിയെ കേൾക്കുമ്പോൾ കൂടെ ചേർത്ത് കേൾക്കുന്ന ഒന്നാണ് നമ്മളിൽ നിന്നും വിട പറഞ്ഞ മഹാനായ സയ്യിദ് മുഹമ്മദ് നിസാമി അവർകൾ. ഞങ്ങളുടെയൊക്കെ MSF കാലത്ത് നിരവധി തവണയാണ് റഷീദിയയിൽ വരാനും സയ്യിദ് മുഹമ്മദ് നിസാമി അവറുകളുമായി സംസാരിക്കാനും അദ്ദേഹത്തെ പരിപാടിയിലേക്ക് ക്ഷണിക്കാനും ഒക്കെയായി ഈ സ്ഥാപനത്തിൽ വന്നിട്ടുള്ളത്. MSFൻ്റെ മുൻ സംസ്ഥാന ട്രഷററായിരുന്ന അന്തരിച്ച PM അനീഫ് മുതൽ നിരവധിയായിട്ടുള്ള നേതാക്കന്മാരൊക്കെ പഠിച്ച ഒരു സ്ഥാപനം കൂടിയാണ് റഷീദിയ അറബിക് കോളേജ്. സയ്യിദ് നിസാമി ഉസ്താദിനെ കാണാൻ വരുമ്പോൾ അദ്ദേഹം വാചാലമായി സംസാരിക്കുക ഇസ്ലാമിക നവോത്ഥാന വിദ്യാഭ്യാസ മേഖലയിലെ ഉണർവുകളെക്കുറിച്ചാണ്. സ്പെയിനിനെക്കുറിച്ച്, അന്തലൂസിനെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ, കൊർദോവയെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ അദ്ദേഹം അതിവാചാലനായി പോകും. നമ്മളൊന്നും കേൾക്കാത്ത, അറിയാത്ത അറിവിൻ്റെ ആ അക്ഷയഗനിയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ സംസാരങ്ങളാണ് പിന്നീട് ചങ്ങരംകുളത്ത് കൊർദോവ എന്ന പേരിൽ ഒരു മനോഹരമായൊരു സമ്മേളനം വരെ നടത്താൻ അന്നത്തെ MSFകാർക്കൊക്കെ ഭയങ്കര ഊർജ്ജമായത്. അപ്പോൾ ആ അർത്ഥത്തിൽ വളരെ ചെറുപ്പം മുതൽ തന്നെ നമ്മളൊക്കെ കേട്ടുവരുന്ന ഈ സ്ഥാപനം, അതിൻ്റെ പ്രസിദ്ധി, അതിലെ ഉസ്താദുമാരൊക്കെ കേരളത്തിലെ ഇസ്ലാമിക പ്രബോധന നവോത്ഥാന മേഖലയിൽ വലിയ സംഭാവന അർപ്പിച്ചവരാണ്. ആ റഷീദിയ സ്ഥാപനം കൂടുതൽ സൗകര്യങ്ങളോടുകൂടി പുതിയ ഒരു ബിൽഡിങ്ങിലേക്ക് മാറുന്നു. വിശാലമായ ഒരു ക്യാമ്പസ്, കൂടുതൽ സൗകര്യങ്ങൾ, ആ രീതിയിൽ മാറുന്നതിൻ്റെ ഒരു സന്തോഷം, ആ ഒരു സന്തോഷ നിമിഷത്തിൽ സാന്നിധ്യം കൊണ്ട് അതിൻ്റെ ബർക്കത്ത് നേടുക എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ഉദ്ദേശം. ബഹുമാനപ്പെട്ട ഉസ്താദുമാരൊക്കെ ഇവിടെ സംസാരിക്കാനുണ്ട്, അതുകൊണ്ട് ദീർഘമായി സംസാരിക്കുന്നില്ല. ഏറ്റവും നല്ല രീതിയിൽ നമ്മളുടെ മക്കൾക്ക് വിദ്യാഭ്യാസം നേടാനും ഈ പ്രദേശത്തിന് വെളിച്ചമായി മാറാനും നമ്മുടെ സ്ഥാപനത്തിന് സാധിക്കട്ടെ. ഈ സ്ഥാപനത്തിൻ്റെ കൂടെ എല്ലാ കാലത്തും ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ വിളിച്ചതിന്, അവസരം തന്നതിന് ഒരിക്കൽ കൂടി സംഘാടകർക്ക് നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. വാഖിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബഹുമാനപ്പെട്ട CICയുടെ ജനറൽ സെക്രട്ടറിയും വാഫി പ്രസ്ഥാനത്തിൻ്റെ എല്ലാമായ ബഹുമാനപ്പെട്ട അബ്ദുൽ ഹക്കീം ഫൈലി ആദർശേരി ഉസ്താദ് അവറുകളെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف المخلوقين سيدنا ونبينا محمد وآله وصحبه وعترته والصالحين أجمعين وبعد. വളരെ ആദരണീയരായ സഹോദരി സഹോദരന്മാരെ, റഷീദിയ അറബിക് കോളേജ് സമന്വയ വിദ്യാഭ്യാസത്തിന് ബീജാവാപം നൽകിയ മഹത്തായ സ്ഥാപനമാണ്. വർഷങ്ങൾക്ക് മുമ്പ് മഹാനായ സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ തൂതയിൽ സമന്വയ വിദ്യാഭ്യാസത്തിൻ്റെ
കാലിക രൂപമായ വാഫി വഫിയ കോഴ്സുകൾക്ക് സ്വന്തമായി ഒരാസ്ഥാനം പണിയുന്നതിൻ്റെ ആമുഖമായി ചന്ദ്രിക ദിനപത്രത്തിൽ ഒരു ലേഖനം എഴുതുകയുണ്ടായി. ആ ലേഖനത്തിൽ പറഞ്ഞതുപോലെ റഷീദിയ അറബി കോളേജ് ആണ് സമന്വയ വിദ്യാഭ്യാസത്തിന് വ്യവസ്ഥാപിതമായ രൂപം നൽകുകയും അത് പ്രയോഗവൽക്കരിക്കുകയും ചെയ്തത്. ഈ സംവിധാനത്തിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഞങ്ങളൊക്കെ നിരന്തരം ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് പോന്നിട്ടുണ്ട്. നമ്മുടെ നല്ലൊരു മുസ്ലിം പോക്കറ്റാണത്. റഷീദിയ വളരെ പ്രസിദ്ധമായ ഒരു സ്ഥാപനവുമാണ്. പക്ഷേ ഐഹികമായ സൗകര്യങ്ങളുടെ, ഭൗതികമായ സൗകര്യങ്ങളുടെ കുറവ് വളരെ പ്രകടമായിരുന്നു. അത് എപ്പോഴും ശ്രദ്ധയിൽ വന്നുകൊണ്ടിരിക്കുമായിരുന്നു. ഇതിൻ്റെ കമ്മിറ്റി ഈ പ്രദേശത്ത് വളരെ നല്ല ഈ പ്ലോട്ട് കണ്ടെത്തുകയും മനോഹരമായ ഈ കെട്ടിടം നിർമ്മിക്കുകയും ചെയ്തിരിക്കുകയാണ്. മിനുക്കുപണികൾ ബാക്കിയുണ്ട്, കുറേ സൗകര്യങ്ങൾ ഇനിയും ഒരുക്കാനുണ്ട്. മഹാനായ BSK തങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ അതൊക്കെ സമയബന്ധിതമായി തീർക്കാൻ പ്രതിജ്ഞാബദ്ധരാണ്, കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് എനിക്ക് പറയാനുള്ളത്, ദീനിൻ്റെ സ്ഥാപനങ്ങൾ ഉയർത്തുക, ദീനിൻ്റെ സ്ഥാപനങ്ങൾ ശ്രദ്ധേയമാക്കി തീർക്കുക എന്നത് നമ്മുടെയൊക്കെ കടമയാണ്, എല്ലാവരുടെയും കടമയാണ്. പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, വമൻ യുഅല്ലിം ശാഇറല്ലാഹി ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. തഖ്വയുണ്ടെങ്കിൽ, ഭക്തിയുണ്ടെങ്കിൽ ദീനിൻ്റെ ചിഹ്നങ്ങളെ ബഹുമാനിക്കും. ദീനിൻ്റെ ചിഹ്നങ്ങൾ ശ്രദ്ധിക്കപ്പെടാതെ ആകർഷണീയമല്ലാതെ നിൽക്കുക എന്ന് പറയുന്നത് അത് ദീൻ ആകർഷണീയമല്ലാതെയാക്കുന്ന പ്രവണതയാണ്. അപ്പോൾ ദീനിൻ്റെ ചിഹ്നങ്ങളാണ് ദീനിൻ്റെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ദീനിൻ്റെ പള്ളികൾ, ദീനിൻ്റെ മറ്റേത് ചിഹ്നങ്ങളും. അതിനെയൊക്കെ ബഹുമാനിക്കുക എന്ന് പറയുന്നത് ഉമ്മത്തിൻ്റെ കടമയാണ്. തെക്കുവയുള്ള, പടച്ചോനെപ്പേടിയുള്ള ഉമ്മത്തിൻ്റെ കടമയാണ്. ആ കടമ നമ്മൾ നിർവഹിക്കണം. അതെങ്ങനെയൊക്കെയാണ് നമ്മൾ നിർവഹിക്കുക? രക്ഷിതാക്കൾക്ക് അതിൽ പങ്കുണ്ട്, വിദ്യാർത്ഥികൾക്ക് പങ്കുണ്ട്, പൊതുസമൂഹത്തിന് പങ്കുണ്ട്, ഉമ്മത്തിന് പൊതുവെ പങ്കുണ്ട്. ഓരോരുത്തരും അവരവരുടെ കടമ നിർവഹിക്കണം. ദീനിൻ്റെ സ്ഥാപനങ്ങൾ പ്രയോജനപ്പെടുത്തുക എന്ന് പറയുന്നത് രക്ഷിതാക്കളുടെ കടമയാണ്. മക്കളെ ആ മാർഗത്തിലേക്ക് പറഞ്ഞയക്കുക എന്ന് പറയുന്നത് രക്ഷിതാക്കളുടെ കടമയാണ്. അങ്ങനെ വരുന്ന ദീനിൻ്റെ വിദ്യാർത്ഥികളെ ആദരിക്കുകയും അവരോട് വാത്സല്യം കാണിക്കുകയും അവരുടെ പ്രശ്നങ്ങൾക്ക്, വലിയ കാര്യങ്ങൾക്ക്, അവരുടെ സൗകര്യങ്ങൾക്ക് വലിയ മുൻഗണന നൽകുകയും അതൊക്കെ പൂർത്തീകരിച്ചു കൊടുക്കുകയും ചെയ്യുക എന്നത് സ്ഥാപനങ്ങൾ നടത്തുന്നവരുടെ കടമയാണ്. പൊതുസമൂഹം അവരുടെ ഒപ്പം നിൽക്കേണ്ടതാണ്. ഇപ്പം മഹാനായ ഒരു മനുഷ്യൻ ഇവിടെ ഒരുപാട് സൗകര്യങ്ങൾ, ലക്ഷങ്ങൾ വരുന്ന കാര്യങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ്. അങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. പലപ്പോഴും നമുക്ക് പറ്റും, പക്ഷെ നമ്മൾ ചെയ്യൂല. നമ്മൾ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പം ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ ഇതുപോലെ സമാന പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളുകളുമായി ഇങ്ങനെ തങ്ങളെ കാത്തിരിക്കുമ്പോൾ സംസാരിക്കുകയായിരുന്നു. അപ്പോൾ സ്ഥാപനങ്ങളൊക്കെ എങ്ങനെ നടന്നു പോകും, സ്ഥാപനങ്ങളൊക്കെ എങ്ങനെ ഉണ്ടാക്കും, ഇതൊക്കെ വലിയ ചർച്ചാ വിഷയമാണ്. അപ്പം ഞാൻ ആലോചിക്കുകയായിരുന്നു, നമ്മുടെ കേരളം സമ്പന്നമാണ്, അതൊരു സത്യമാണ്. ഇവിടെ നല്ലൊരു ഭരണം ഉണ്ടായാൽ ലോകത്തിൻ്റെ നെറുകയിൽ നിൽക്കുന്ന ഖത്തർ, മലേഷ്യ തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളുടെ ഒപ്പം നിൽക്കാൻ എല്ലാ അർത്ഥത്തിലും യോഗ്യതയുള്ള ഒരു രാജ്യമാണ് കേരളം. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണ്, സാമ്പത്തിക കാര്യങ്ങളിൽ വളരെ മുന്നിട്ട് നിൽക്കുന്നൊരു വിഭാഗമാണ് കേരളത്തിലെ മുസ്ലിങ്ങൾ. അപ്പോൾ മുസ്ലിങ്ങൾക്ക് പറ്റും, മുസ്ലിങ്ങൾക്ക് സാധിക്കും, മുസ്ലിങ്ങളുടെ കയ്യിൽ പണമുണ്ട്. മുസ്ലിങ്ങൾ പലപ്പോഴും ടാർഗറ്റ് ചെയ്യപ്പെടുന്നത് അവരുടെ കയ്യിൽ പണമുണ്ട് എന്ന കാരണത്താൽ കൂടിയാണ്. ഇതൊക്കെ മനസ്സിലാക്കുന്ന നമ്മൾ
ദീനിൻ്റെ സ്ഥാപനങ്ങളെ, ദീനിൻ്റെ ചിഹ്നങ്ങളെ, ഷാഇറിനെ, ഒമൻ യുഅല്ലിം ഷാഇർ അല്ലാഹ് എന്ന് ഖുർആൻ പറഞ്ഞതുപോലെ അതിനെ തഅ്ലീം ചെയ്യേണ്ടതാണ്, അതിനെ ബഹുമാനിക്കേണ്ടതാണ്. നമ്മൾ ദീനിൻ്റെ ചിഹ്നങ്ങളെ ബഹുമാനിക്കുക എന്ന് പറഞ്ഞാൽ വലിയ ആളുകളെ കാണുമ്പോൾ നമ്മൾ ബഹുമാനിക്കും, അവരോട് കൈപിടിച്ച് മുത്തും, അതൊക്കെ ചെയ്യേണ്ടത് തന്നെയാണ്, അത് ബഹുമാനിക്കൽ തന്നെയാണ്. അതേ സമയത്ത് ദീനിൻ്റെ ചിഹ്നങ്ങളാണ് ഇതൊക്കെ. വലിയ വ്യക്തികളും ഇമാമിങ്ങളും തങ്ങന്മാരും വലിയ പണ്ഡിതന്മാരുമൊക്കെ ദീനിൻ്റെ ചിഹ്നങ്ങളാണെങ്കിൽ ഇത് അതിനേക്കാൾ വലിയ ചിഹ്നങ്ങളാണ് ദീനിൻ്റെ സ്ഥാപനങ്ങൾ. ദീനിൻ്റെ സ്ഥാപനങ്ങളെ മഹോന്നതമാക്കണം, അതിനെ ബഹുമാനിക്കണം, അത് നമ്മുടെ കടമയാണ്. കേരളത്തിലുള്ള മുസ്ലിങ്ങൾക്ക് അതിന് പറ്റും, കൊടുക്കണം. കൊടുത്തവർ പിന്നെയും പിന്നെയും കൊടുക്കണം. കൊടുത്താൽ മാത്രം പോരാ, കൊടുപ്പിക്കുകയും വേണം. കൊടുക്കുക എന്ന് പറയുന്നത് ഉള്ളവന് പറ്റുന്ന കാര്യമാണ്, കൊടുപ്പിക്കുക എന്ന് പറയുന്നത് ഇല്ലാത്തവനും പറ്റുന്ന കാര്യമാണ്. ആ ഒരു വിഭാഗത്തെയും ഖുർആൻ അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ ഫദാലികല്ലദീ യദുഉൽ യതീം വലാ യഹുദ്ദു അലാ തആമിൽ മിസ്കീൻ. ദീൻ മതനിഷേധികൾ ആരാണ്? ലിബറലുകളും യുക്തിവാദികളും മാത്രമല്ല. അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ, ദീൻ നിഷേധികളെ നീ കണ്ടില്ലേ? നമ്മൾ അങ്ങനെയുള്ള ചില മതനിഷേധികളെ കാണാതെ പോകുന്നുണ്ട് എന്നാണ് ഖുർആനിൻ്റെ ആ വർത്തമാനത്തിൻ്റെ ധ്വനി. അറായിത്ത് കണ്ടില്ലേ, അവിടെ ഉണ്ടല്ലോ അല്ലദീ യുകദ്ദിബു ബിദ്ദീൻ, ദീൻ നിഷേധിക്കുന്ന ആളുകൾ. ദീൻ നിഷേധിക്കുന്ന നമ്മൾ അറിയപ്പെടാത്ത പറയപ്പെടാത്ത കുറേ ആൾക്കാരുണ്ട്. ഖുർആൻ അവരെ പറ്റി പറയുന്നത് ഫദാലികല്ലദീ യദുഉൽ യതീം, യതീമിനെ ഉപേക്ഷിക്കുന്നവനാണ്. യതീമിനെ അവഗണിക്കുകയും തൃണവൽഗണിക്കുകയും അവനെ കണ്ടില്ലെന്ന് നടിക്കുകയും അവന് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കുകയും ചെയ്യാത്തവൻ. വലാ യഹുദ്ദു അലാ തആമിൽ മിസ്കീൻ, മിസ്കീനിന് ഭക്ഷണം കൊടുക്കാൻ പ്രേരിപ്പിക്കാത്ത ആൾക്കാർ. മിസ്കീനിന് ഇല്ലാത്തവന് സാമ്പത്തികമായിട്ടുള്ള സൗകര്യം കുറവുള്ളവർക്ക് അത് നികത്തി കൊടുക്കാൻ പ്രേരിപ്പിക്കണം. ആരെ പ്രേരിപ്പിക്കണം? അതിന് പറ്റുന്നവരെ പ്രേരിപ്പിക്കണം. അപ്പോൾ ഒന്നുകിൽ നമ്മൾ കൊടുക്കണം, അല്ലെങ്കിൽ നമ്മൾ കൊടുപ്പിക്കണം, പ്രേരിപ്പിക്കണം. ഇതൊക്കെ നമ്മുടെയൊക്കെ കടമയാണ്. വിശാലമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. അങ്ങനെ ചെയ്യാത്ത ആളുകൾ ദീനിനെ തള്ളിപ്പറയുന്നവരാണ്, അല്ലെങ്കിൽ ജീവിതം കൊണ്ട് അവരുടെ കർമ്മരാഹിത്യം കൊണ്ട് ദീനിനെ തള്ളുന്നവരാണെന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. സംഗതി അങ്ങനെ തന്നെയാണ്. ബുദ്ധി എന്ന് പറയുന്നത് പണവുമായി ബന്ധപ്പെട്ട കാര്യമൊന്നുമല്ല. പണമുള്ള ആളുകൾക്ക് ഫീസ് കൊടുക്കാൻ പറ്റുന്നവർക്ക് മാത്രമേ ബുദ്ധിയുള്ളൂ അല്ലല്ലോ. ബുദ്ധി അല്ലാഹു തആല കൊടുക്കുമ്പോൾ അത് പണം നോക്കിയിട്ടോ വർഗം നോക്കിയിട്ടോ കുടുംബം നോക്കിയിട്ടോ തറവാട് നോക്കിയിട്ടോ ഒന്നുമല്ല. സമൂഹത്തിൽ ബുദ്ധിയുള്ള ആളുകളെ കണ്ടുപിടിക്കുക, അവർക്ക് വേണ്ടതൊക്കെ കൊടുക്കുക, എന്നിട്ട് അവരെ ദീനിൻ്റെ ഫാക്കൽറ്റികളാക്കി തീർക്കുക, ദീനിന് വേണ്ടി പ്രതിരോധം തീർക്കുന്നവരാക്കി തീർക്കുക, നല്ല കുട്ടികളാക്കി അവരെ വളർത്തുക. അപ്പോൾ അവിടെ ദീനിന് പിന്തുണയുണ്ടാകും. അങ്ങനെ ഒരു പണി നമ്മൾ ചെയ്തില്ല എങ്കിൽ ദീൻ നിഷേധിക്കപ്പെടും. ദീൻ നിലനിൽക്കുന്നത് എങ്ങനെയാണ്? ദീനിൻ്റെ പണ്ഡിതന്മാരുണ്ടായിട്ടാണ്, ദീൻ പഠിച്ച ആളുകളുണ്ടായിട്ടാണ്. ദീൻ പഠിക്കാൻ ആളുകൾക്ക് സൗകര്യം കൊടുത്തില്ലെങ്കിൽ, വലിയ സൗകര്യങ്ങൾ ഒരുക്കുമ്പോൾ അവിടെ ഫീസ് കൊടുക്കാൻ നമ്മൾ മുന്നോട്ട് വന്നില്ല എങ്കിൽ, അവർക്ക് ജീവിക്കാൻ അവർക്ക് താമസിക്കാൻ സൗകര്യം ഒരുക്കിയില്ല എങ്കിൽ പിന്നെ ദീൻ പഠിക്കാൻ ആളുണ്ടാവില്ല. ദീൻ പഠിക്കുന്ന ആളുകളെ ബഹുമാനിച്ചില്ല എങ്കിൽ ഈ വിലകെട്ട സ്ഥാനവും മാനവും അന്തസ്സും ഇല്ലാത്ത ഈ പണിക്ക് ഞങ്ങളെ കിട്ടൂല എന്ന് പുതിയ തലമുറ പറയും. അപ്പൊക്കെന്താ വരിക? ദീനിൽ വിവരമുള്ള ആളുകൾ ഉണ്ടാവില്ല. ദീനിയായ വിദ്യാഭ്യാസമില്ലാത്ത ആളുകൾ ഇല്ലാതെ വന്നാൽ എന്തു വരും? ദീൻ നിഷേധം, ദൈവനിഷേധം, ലിബറലിസം, നിരീശ്വരവാദം, യുക്തിവാദം വളരും. അതൊക്കെ കണക്കാക്കിയിട്ടാണ് അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ പരിശുദ്ധ ഖുർആൻ പറയുന്നത്. അതുകൊണ്ട് നമ്മളെല്ലാവരും പുറപ്പെടുക. പഠിക്കാൻ വന്ന കുട്ടികൾ പഠിച്ച് മിടുക്കന്മാരായി ദീനിനെ സംരക്ഷിക്കുക. രക്ഷിതാക്കൾ മക്കളെ അതിന് വിധേയപ്പെടുത്തി പറഞ്ഞയച്ച് ആ നിലക്ക് ദീനിനെ ശക്തിപ്പെടുത്തുക. സൗകര്യങ്ങൾ ഒരുക്കി സമൂഹം ദീനിനെ സഹായിക്കുക, ദീനിന് വേണ്ടി പ്രതിരോധം തീർക്കുക. എല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളെ ഏറ്റെടുക്കുമാറാവട്ടെ. പ്രേരിപ്പിക്കുക എന്ന് വലിയ കാര്യമാണ്, കൊടുക്കുക എന്ന് പറഞ്ഞ വലിയ കാര്യമാണ്. കൊടുക്കുക എന്ന് പറയുമ്പോൾ പലതുള്ളി പെരുവെള്ളം എന്ന് പറയാറുണ്ട്. ഞങ്ങൾ ഈ സംവിധാനത്തിൻ്റെ PG ക്യാമ്പസ്, പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യാനുള്ള വലിയ ക്യാമ്പസ് കാളികാവിലുണ്ടാക്കി. ആളുകൾ തന്നിട്ടാണ്, ഒരു പ്രയാസമില്ലാതെ. ഒരു 8 മാസം 9 മാസത്തെ പ്രവർത്തനം കൊണ്ട്, 2-3 മാസത്തെ പ്രവർത്തനം കൊണ്ട് അതിന് വേണ്ട ഒരു 5-8 കോടി റുപ്യ സമാഹരിക്കാൻ പറ്റി. ഒരു 5-6 മാസവും ചില്ലാനം വന്നപ്പോഴത്തേക്ക് വളരെ പ്രതികൂല കാലാവസ്ഥയിൽ
ചളിയും മണ്ണും ഒക്കെ ഉള്ള സ്ഥലത്ത് അതിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കാനും പറ്റി. മനുഷ്യൻ ഇറങ്ങി പുറപ്പെട്ടാൽ അങ്ങനെയാണ്. ഇപ്പം ഇതിവിടെ വളരെ കണ്ണായ ഒരു സ്ഥലത്താണ്. ഇത് വരുമ്പോൾ ആർക്കും അഭിമാനം തോന്നും. ഇത് ഇനി വേണ്ട വിധത്തിൽ ഒക്കെ സജ്ജീകരിച്ച് ഒന്നുകൂടി ഭംഗി കൂട്ടി ഇതിന് വലിയ ഗേറ്റും കാര്യമൊക്കെ വെച്ചാൽ ദീനിൻ്റെ വലിയ ഒരു സ്ഥാപനമായി തീരും. അതിനുവേണ്ടി നമ്മൾ പ്രവർത്തിക്കണം. അതിനുവേണ്ടി പ്രവർത്തിക്കുമ്പോൾ കുട്ടികളായ നിങ്ങൾക്ക് വലിയ ബാധ്യത ഉണ്ട്. നിങ്ങൾ ഇതൊക്കെ ഉൾക്കൊണ്ട് നിങ്ങൾ നല്ല പഠിക്കുക. ഈ പഠിക്കുക, മിടുക്കന്മാരുണ്ടാവുക എന്ന് പറയുന്നതാണ് ആരെയും ഇങ്ങോട്ട് ആകർഷിക്കുന്ന പ്രധാന കാര്യം. ഇപ്പം നിങ്ങൾ പഠിച്ച് നല്ല റിസൾട്ട് ഉണ്ടാക്കിയാൽ അത് മുന്നിൽ വെച്ചിട്ട് അത് മതി. ബുദ്ധിയുള്ള ആളുകൾക്ക് അത് മതി. റഷീദിയ അതിൻ്റെ പാരമ്പര്യം തിരിച്ചു പിടിക്കുന്നു. കണ്ണിയത്തുസ്താദിൻ്റെ കാലത്ത് ഉണ്ടായിരുന്ന ആ ഒരു വലിയ മഹത്വം അത് തിരിച്ചു പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. എവിടെ ഞങ്ങൾ പിടിച്ചു എന്ന് ചോദിച്ചാൽ ഇതാ ഞങ്ങളുടെ കുട്ടികൾ, അവർ മിടുക്കന്മാരാണ്. അവരുടെ പ്രവർത്തനങ്ങൾ, അവരുടെ പഠന പ്രവർത്തനങ്ങൾ, പാഠ്യേതര പ്രവർത്തനങ്ങൾ, അതൊക്കെ കാണുമ്പോൾ ആളുകൾക്ക് തോന്നും, ഓ ആ നല്ല കുട്ടികളാണല്ലോ, അപ്പോൾ പിന്നെ ആ സ്ഥാപനത്തെ സഹായിക്കണമെന്ന് ആളുകൾക്ക് തോന്നും. കൊടുത്തവർ തന്നെ കൊടുക്കണം. നാട്ടുകാർ പ്രവർത്തിച്ചിട്ടുണ്ട്, പരിസരത്തുള്ളവർ കൊടുത്തിട്ടുണ്ട്, കൊടുത്തവർ കൊടുക്കണം. കൊടുത്തവർക്കേ കൊടുക്കാൻ പറ്റുള്ളൂ. അവർക്കാണ് കൊടുത്ത് ശീലമുള്ള ആളുകൾക്കാണ് കൊടുക്കുന്നതിൻ്റെ രസം എന്താണെന്ന് നിശ്ചയം ഉണ്ടാവുക. ഞാൻ ഓർക്കാറുണ്ട്, എൻ്റെ ഒരു കൂട്ടുകാരൻ നമ്മളത് തിരുവള്ളൂർ ക്യാമ്പസുമായി ബന്ധപ്പെട്ട പ്രവർത്തനത്തിൽ പറഞ്ഞ ഒരു കൊച്ചു സംഭവം. ഈ ഒരിട്ടം ഞാൻ കൊടുത്തില്ല എന്ന് പറയുന്ന ആൾക്കാർ അതൊന്ന് മനസ്സിലാക്കേണ്ടതാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ധനികനാണ്, ധാരാളമായിട്ട് ഉള്ളതിൽ കൂടുതൽ പറ്റുന്നതിൽ കൂടുതൽ ചെയ്യുന്ന ആളാണ്. വീട്ടിൽ സിറ്റ് ഔട്ടിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു യാചകൻ, ഭിക്ഷകൻ എന്തെങ്കിലും തരണം എന്ന് പറയുന്ന ആൾ കടന്നു വന്നപ്പോൾ ഇയാളെ ശ്രദ്ധിച്ചിട്ടില്ലേ, നിങ്ങളെല്ലാം ഒരു മാസം മുമ്പോടെ വന്നതെന്ന് ചോദിച്ചു. നിങ്ങളെല്ലാം ഒരു മാസം മുമ്പോടെ വന്നത്, അന്ന് ഞങ്ങൾക്ക് തന്നില്ലേ? അപ്പോൾ ഇയാൾ ഇളിഭ്യനായി ഇറങ്ങിപ്പോയി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ അയാളുണ്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് ഭർത്താവിനെ വിളിച്ചിട്ട് പറഞ്ഞു, എന്തിനാണ് നിങ്ങൾ കയറി വന്ന ആ മനുഷ്യനെ ഇറക്കി വിട്ടത്? അയാൾ ഒരു മാസം മുമ്പ് വന്നപ്പോൾ അയാൾക്ക് ഒരു ആവശ്യം ഉണ്ടായിരുന്നു. ഒരു മാസത്തിൻ്റെ മുമ്പ് വരെ പിന്നെ പ്രശ്നം ഉണ്ടാവില്ലേ മനുഷ്യന്, പിന്നെ പുതിയ പ്രശ്നം ഉണ്ടായിട്ടുണ്ടാകും. അയാൾ ഒരു മാസം മുമ്പ് ഒരു പ്രശ്നത്തിനൊന്നും ഇപ്പം അയാൾക്ക് പ്രശ്നം ഉണ്ടാകാൻ പാടില്ല എന്നെന്താ? പിന്നെ നിങ്ങൾ അയാൾ കൊടുക്കൂല എന്നെന്താ? അങ്ങനെയാണെങ്കിൽ അള്ള നിങ്ങൾക്ക് പിന്നെയും തന്നില്ലേ? അള്ള നിങ്ങൾക്ക് എല്ലാ മാസവും എല്ലാ ദിവസവും കച്ചവടത്തിൽ ബർക്കത്തായിരിക്കുന്ന തരികയല്ലേ? അപ്പം അള്ള നിങ്ങൾക്ക് വീണ്ടും കൊണ്ടു തരണം. നിങ്ങൾ അള്ള പറഞ്ഞവർക്ക് വീണ്ടും കൊടുക്കൂല എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? അയാൾക്കത് കത്തി ഭയങ്കര വിഷമമായി. അയാൾ ഇറങ്ങി ഓടി. അപ്പോഴത്തേക്ക് ഈ സാധു മനുഷ്യൻ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അയാളെ പിന്നാലെ ഓടിയിട്ട് അയാളെ പിടിച്ചിട്ട് തിരിച്ചു കൊണ്ടുവന്നിട്ട് വളരെ സന്തോഷിപ്പിച്ച് ഇറക്കി വിട്ടു. അതാണ് ചെയ്യേണ്ടത്. കൊടുത്തവരെന്നെ കൊടുക്കണം, ചെയ്തവരെന്നെ ചെയ്യണം. ഈ ചെയ്യാത്ത ആളുകൾക്ക് ചെയ്യാൻ അറിയില്ല, അവരെ പറ്റൂല. ഞങ്ങൾ കാളികാവ് ക്യാമ്പസുമായി നടന്ന പ്രവർത്തനത്തിൽ ഒരു ചർച്ച നടക്കുകയാണ്. സ്ഥാനങ്ങളും ചുമതലകളൊക്കെ വിഹിതിച്ചു കൊടുക്കണം. അപ്പോൾ ആരെയോ പറഞ്ഞപ്പോൾ മൂപ്പരെ ഏൽപ്പിക്കണ്ട, മൂപ്പർക്ക് ഒരുപാട് സ്ഥാനങ്ങളുണ്ട്, മൂപ്പർക്ക് ഒഴിവുണ്ടാവില്ല. അപ്പോൾ കൂട്ടത്തിൽ നിന്ന് ആരോ പറഞ്ഞു, KT മാനൂരി ഒരു ഉസ്താദിനെ ഉസ്താദ് പറഞ്ഞിരിക്കണ്. ഉസ്താദ് പറഞ്ഞത്ര ഇതുപോലെ ആളുകളെ ചുമതല അവനെ ഏൽപ്പിക്കേണ്ട, അവന് ഒരുപാട് പണിയുണ്ട്. ഒരുപാട് പണി ഉണ്ടാകുന്നത് ഒരുപാട് പറ്റുന്നത് കൊണ്ടാണ്. ഒരു പണിയും ഒരു സ്ഥാനവും ചുമതലയില്ലാത്ത ആൾക്കാരെ പറ്റാത്തത് കൊണ്ടാണ് ആൾക്കാരെ ഏൽപ്പിക്കാതെ. അവനെ തന്നെ ഏൽപ്പിക്കണം. അങ്ങനെ ഏൽപ്പിച്ചു. ഈ ചുമതലകളൊക്കെ പറ്റുന്ന ആളുകളെ ഏൽപ്പിച്ച് ചുമതലക്ക് അത് വഹിക്കാൻ പറ്റുന്നവർക്കേ വഹിക്കാൻ പറ്റുള്ളൂ. അവരെ ഒരുപാട് ചുമതലകൾ തേടി വരും, അവരെ തലയിൽ ഒരുപാട് ഭാരം വരും. അപ്പം പ്രവർത്തിച്ചവരെന്നെ പ്രവർത്തിക്കുക. അള്ളാഹു ഈ തങ്ങളവറുകളെ എല്ലാ അർത്ഥത്തിലും സ്വീകരിക്കുകയും ഉയർത്തുകയും തൗഫീക്ക് നൽകുകയും ചെയ്യുമാറട്ടെ. കഠിന പ്രയത്നമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ജബ്ബാർ ഹാജിയും മറ്റേ നമ്മളെ ചെറിയാപ്പൂ ഇവരെല്ലാവരും കാര്യമായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരുപാട് ആൾക്കാർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇവരൊക്കെ ഈ സ്ഥാപനം അതിൻ്റെ ഇങ്ങനെയുള്ള ഒരു കണ്ണായ സ്ഥലത്ത് അന്നൊരു ഭൂമി വാങ്ങിയിട്ടതാണ്. ഇന്നിപ്പോൾ ഇതൊക്കെ തെളിഞ്ഞു. എന്തൊരു അഭിമാനമാണ് ഇവിടെ അത് വന്നാൽ. അപ്പോൾ അതിനുവേണ്ടി പ്രവർത്തിക്കണം, നമ്മളെല്ലാവരും പ്രവർത്തിക്കണം. കുട്ടികൾ പ്രവർത്തിക്കണം, കുട്ടികളുടെ രക്ഷിതാക്കൾ പ്രവർത്തിക്കണം, ഉള്ളവർ കൊടുക്കണം. ഇപ്പം പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള കുട്ടികളെ ഇല്ലാത്തവർ മാത്രമാണ് ഈ കാര്യം. ഇന്നങ്ങനെയല്ല. അള്ളാഹു തന്ന അനുഗ്രഹമാണ്. വലിയ വലിയ പണക്കാരുടെ മക്കളുണ്ട്, വലിയ വലിയ വിദ്യാഭ്യാസ പ്രവർത്തകരുടെയും ചിന്തകരുടെയും എഴുത്തുകാരുടെ ഒക്കെ മക്കൾ വരുന്നുണ്ട്. അപ്പോൾ പറ്റുന്നവർ ചെയ്യുക, പറ്റാത്തവർ പറ്റുന്നവരെ കണ്ട് ചെയ്യിക്കുക ദീനിൻ്റെ പ്രവർത്തനങ്ങൾ. അപ്പോൾ ഇത് ദീനിൻ്റെ സ്ഥാപനമാകുമ്പോൾ ഇവിടെ നമ്മൾ ഏതെങ്കിലും കാശ് കൊടുത്ത് ഹോട്ടലിൽ വന്നതല്ല. ഇവിടുത്തെ കുറവുകൾ നമ്മുടെ സ്വന്തം കുറവാണ്.
ഞങ്ങളിവിടെ വന്നില്ല, ഇവിടെ ചേർന്നില്ല, എന്താ നിങ്ങൾ തരാത്തത് ചോദിക്കേണ്ട കാര്യമില്ല. നമ്മളിതിൻ്റെ ഭാഗമാവുകയാണ്. നമ്മളിതിൻ്റെ പ്രവർത്തകരും അതിൻ്റെ ചുമതലക്കാരുമായി മാറുകയാണ്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. വാഫി കോഴ്സ് അത് കൂടുതൽ പറയേണ്ട കാര്യമില്ല, മനസ്സിലാക്കിയിട്ട് വന്ന ആൾക്കാരാണ് നിങ്ങൾ, മക്കളും മക്കളുടെ രക്ഷിതാക്കളും. ഇനി വൈകിയ സമയത്ത് അത് ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. ദീനും ദുനിയാവും ഒപ്പം കൊണ്ടുപോകുന്ന ഒരു കോഴ്സാണ്. നമ്മൾ പരസ്യത്തിലൊക്കെ പറയാറുണ്ട്, ഭൗതിക പഠനത്തിന് ഒരു തടസ്സമില്ലാതെ ദീനീ പഠനം, ദീനീ പഠനത്തിന് ഒരു തടസ്സമില്ലാതെ ഭൗതിക വിദ്യാഭ്യാസം, ഭൗതിക പഠനത്തിനൊരു തടസ്സമില്ലാതെ ദീനീ വിദ്യാഭ്യാസം. നിങ്ങളൊക്കെ മുഅ്മിനീങ്ങളല്ലേ, നമ്മളൊക്കെ മുഅ്മിനീങ്ങളല്ലേ. സ്കൂൾ പഠിക്കണം, അവിടുന്ന് അങ്ങോട്ട് അതിൻ്റെ ശേഷമുള്ള കോളേജ് പഠിക്കണം, യൂണിവേഴ്സിറ്റി പോകണം, ഭൗതിക വിദ്യാഭ്യാസത്തിൽ മുന്നോട്ട് പോകണം. അതിനിപ്പോൾ എന്താ തടസ്സം? ദീൻ അതിൻ്റെ തടസ്സമാണോ? ദീൻ അതിന് തടസ്സമാകാതെ അതിൻ്റെ കൂട്ടത്തിൽ കലർത്തി പാകത്തിന് മട്ടത്തിന് ചേലിൽ കോലത്തിൽ പഠിപ്പിക്കുന്ന സംവിധാനമാണിത്. നല്ല മനുഷ്യൻ, നല്ല ദീനീ വിദ്യാഭ്യാസം, നല്ല ഭൗതിക വിദ്യാഭ്യാസം, നല്ല ചിന്ത, നല്ല ആരോഗ്യം, നല്ല പരലോകം, ഇതൊക്കെ ലക്ഷീകരിച്ച് നടക്കുന്ന പ്രവർത്തനമാണ്. ഇപ്പോൾ ഈ സംവിധാനത്തിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുള്ള കുട്ടികൾ 7000-ലധികം കുട്ടികൾ വരും, ആണും പെണ്ണും, പകുതി പെണ്ണും പകുതി ആണും അവർക്ക് ഏകദേശം. ഈ കുട്ടികൾ ആണും പെണ്ണും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, പണ്ടൊക്കെ നമ്മളിതിൻ്റെ ഒരു റേഞ്ച് പറയുമ്പോൾ വളരെ ചെറുതായിരിക്കും, ഇതിപ്പോൾ അങ്ങനെയല്ല. 21 ലോകരാജ്യങ്ങൾ, അമേരിക്ക, മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾ, റഷ്യ, ഗൾഫ് രാജ്യങ്ങളൊക്കെ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഉപരിപഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ലോക റാങ്കിങ്ങിൽ 1, 2, 3-ാം സ്ഥാനത്ത് നിൽക്കുന്ന യൂണിവേഴ്സിറ്റിയിൽ, സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ, അമേരിക്കയിലെ ലോകത്തെ 3-ാമത്തെ യൂണിവേഴ്സിറ്റി, അവിടെ വരെ കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ ഭൗതിക വിദ്യാഭ്യാസം പഠിച്ച് അതിനൊക്കെ യോഗ്യത നേടുന്നുണ്ട് എന്ന് തിരിച്ചറിയാൻ പറ്റുന്നു. ദീനീ വിദ്യാഭ്യാസ രംഗത്ത് ലോകത്തെ ഏറ്റവും വലുതും ഏറ്റവും പഴയതുമായിട്ടുള്ള യൂണിവേഴ്സിറ്റിയാണ് ജാമിയത്തുൽ അസ്ഹർ ഈജിപ്തിലെ. അൽ അസ്ഹർ യൂണിവേഴ്സിറ്റിയിൽ ഇപ്പോൾ 8 വിദ്യാർത്ഥികൾ നേരത്തെ PhD വരെ പഠിച്ചിട്ടുണ്ട്. ഇവിടുന്ന് ഡിഗ്രിയും PG കഴിഞ്ഞ് അവിടെ പോയിട്ട് PhD പഠിച്ചു വന്നിട്ടുണ്ട് കൈറോ യൂണിവേഴ്സിറ്റിയിൽ, അൽ അസ്ഹർ യൂണിവേഴ്സിറ്റിയിൽ. ഇന്നിപ്പോൾ അൽ അസ്ഹർ യൂണിവേഴ്സിറ്റിയിൽ 15 കുട്ടികൾ ഇപ്പോൾ സ്റ്റിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പെൺകുട്ടികളുമുണ്ട്, ആൺകുട്ടികൾ 4 ആൾ നേരെ PhD അൽ അസ്ഹർ യൂണിവേഴ്സിറ്റിയിൽ. ഞാൻ ആ സ്ഥലത്ത് പോയിട്ടുണ്ട്, പലവട്ടം പോയിട്ടുണ്ട്, കുറച്ച് കാര്യങ്ങൾ അറിയാം. അവിടെ അഡ്മിഷൻ കിട്ടുക, PhDക്ക് പോയിട്ട് സാധാരണ ഒരു ഡിഗ്രിക്ക് അഡ്മിഷൻ കിട്ടുക എന്നത് വളരെ ശ്രമകരമാണ്. എല്ലാ കടമ്പകളും കടന്ന് ഇവിടുന്ന് പലരും നിസ്സാരമാക്കുന്ന ഈ വാഫി കോഴ്സിൻ്റെ അതിൻ്റെ പ്രിപ്പറേറ്ററി, അതിൻ്റെ ഡിഗ്രി, അതിൻ്റെ PG, അതിൻ്റെ MPhil, അത് കഴിഞ്ഞിട്ട് അവർ നേരെ PhDക്ക് എടുക്കുകയാണ്. അതിന് അറിയാത്തവർക്ക് അതിൻ്റെ ഗൗരവം അറിയില്ല. എനിക്കറിയാം, ഗൾഫ് നാടുകളിൽ നിന്നുള്ള അറബികൾ ഉൾപ്പെടെ അൽ അസ്ഹറിൻ്റെ ഒരു PhD കിട്ടിയെങ്കിൽ എന്ന് പറഞ്ഞൊരു തേരാപേര നടക്കാറുണ്ട്. നേരിട്ട് അറിയാം, നമ്മളെ സ്നേഹിതന്മാരെ പറ്റി എനിക്കറിയാം. അപ്പോൾ അവർക്ക് നേരെ അഡ്മിഷൻ കിട്ടുകയാണ് ലോകത്തെ ഏറ്റവും വലിയ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ. 4 ആൾ PhD പഠനം നടത്തുന്നു, ബാക്കി പെൺകുട്ടികൾ ഉൾപ്പെടെ 11 പേര് PG പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി അവർ PhD ചെയ്യുമായിരിക്കും, അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഈ പെൺകുട്ടികൾ ഒരു റിഫ്രഷ്മെൻറ്റ് കോഴ്സിന് പോയതായിരുന്നു. അവരുടെ സ്വന്തം മിടുക്കുകൊണ്ട് അൽ അസ്ഹർ യൂണിവേഴ്സിറ്റിയുടെ ലോകത്തെ ഏറ്റവും വലിയ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി ഇടനാഴികളിൽ കയറി ഇറങ്ങി അവർ സ്വന്തം സാമർഥ്യം കൊണ്ട് അവർ പഠിച്ചിട്ടുണ്ട് എന്ന് തെളിയിച്ചു. അവർ അഡ്മിഷൻ നേടി PGക്ക് 3 ആൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആണും പെണ്ണും ആകാശം മുട്ടേ ഉയരാനുള്ള പ്രവണതയിലാണ്. റുവാദുൽ ഇൽമ് ധാരാളമായി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അവരെ സഹായിക്കുക എന്ന് നമ്മളെ കടമയാണ്. സമയം ചെറുതായതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ആണും പെണ്ണും എല്ലാ സമൂഹത്തിൻ്റെ എല്ലാ തുറയിലുള്ള ആളുകളും ഇങ്ങനെയുള്ള സംവിധാനങ്ങളെ, ഇതിനെ മാത്രം ഞാൻ പറഞ്ഞില്ല, നമ്മൾ ഇതിന് വന്നതാണ്, അപ്പോൾ ഇതിനെ എന്നേ പറയേണ്ടതുള്ളൂ. അതേ സമയത്ത് ഇങ്ങനെയൊക്കെയുള്ള സംവിധാനങ്ങളും പ്രവർത്തനങ്ങളും എവിടെയൊക്കെ ഉണ്ടോ നമുക്ക് പറ്റാത്തതുണ്ടാകും. പറ്റുന്നതും പറ്റാത്തതും എല്ലായിടത്തും കുത്തിച്ചെലുത്തേണ്ട ഒരു കാര്യമില്ല. ഏറെക്കുറെ കേട്ട് വെക്കുമ്പോൾ എനിക്ക് പറ്റാത്ത ഗ്രൂപ്പാണ്, ടീമാണ്, പക്ഷെ ദീനാണ്, വിദ്യാഭ്യാസമാണ്, പോട്ടെ മുന്നോട്ട്. ആളുകളൊക്കെ മാറും, തിരിച്ചു വരും, കാര്യങ്ങളൊക്കെ നന്നായി തീരും. വിദ്യാഭ്യാസം ഉണ്ടായാൽ തന്നെ മനുഷ്യന് നേരം വെളുക്കും. അപ്പം അതുകൊണ്ട് തുറന്ന് ചിന്തിക്കുകയും വളരെ ഇൻക്ലൂസീവായിട്ടുള്ള സമീപനം സ്വീകരിക്കുകയും വിദ്യാഭ്യാസ സംരംഭങ്ങളെ അത് നിങ്ങളെ നാട്ടിലായാലും വേണ്ടില്ല, എവിടെയായാലും വേണ്ടില്ല സഹായിക്കുകയും, പിന്നെ നമ്മളെ മക്കളും നമ്മളായിട്ട് ബാധ്യതപ്പെട്ട കാര്യങ്ങളും ആകുമ്പോൾ ഊന്നി സഹായിക്കണം. അതൊരു കാര്യമാണ്. അതേ മാത്രമേ ഞാൻ ഈ സമയത്ത് പറയുന്നുള്ളൂ. അള്ളാഹു ഈ മക്കൾക്ക് നല്ല ഭാവി നൽകുമാറാകട്ടെ. ഇപ്പം ഇങ്ങനെ കാണുമ്പോൾ ഇങ്ങനെ ചെറിയ കുട്ടികളാണ്. ഞങ്ങൾ
ഇതൊക്കെ ബോധ്യത്തെന്നാണ് പറഞ്ഞത്. ഇത് വളാഞ്ചേരി മർക്കസിൽ തുടങ്ങിയതാണ്. 35 കൊല്ലമായി, നിരന്തരം 35 കൊല്ലം ഞാൻ വളാഞ്ചേരി മർക്കസിൽ അധ്യാപകനാണ്, ഇതിൻ്റെ ചുമതലക്കാരനാണ്. അവിടെ നിന്നാണ് ഈ വികാസങ്ങളൊക്കെ ഉണ്ടായത്. ഇപ്പോൾ 58 കോളേജുകളുണ്ട്. ഒരു 5000-ലേറെ കുട്ടികൾ ഇപ്പോൾ പഠിക്കുന്നുണ്ട്. ഈ പ്രാവശ്യത്തെ അഡ്മിഷൻ കൂടി കഴിഞ്ഞപ്പോൾ അഡ്മിഷൻ ക്ലോസ് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് അതിൻ്റെ എത്ര സീറ്റ് എത്ര എണ്ണം എന്നൊക്കെ പറയാത്തത്. അതൊക്കെ വളരെ രീതിശാസ്ത്രം അനുസരിച്ച് പോകുമ്പോൾ അതിൻ്റെ ആദ്യത്തെ അഡ്മിഷൻ, 2ാം ഘട്ടം, 3ാം ഘട്ടം, അങ്ങനെ പലജാതി എനിക്ക് പോലും അറിയില്ല. അതൊക്കെ കമ്പ്യൂട്ടറും അതിൻ്റെ വിദഗ്ധരായ കുട്ടികളും ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ 5000-ലേറെ കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കൂട്ടത്തിൽ ഇവരും വന്ന് ചേർന്നിരിക്കുകയാണ്. നമ്മൾ ഈ തിരക്കാരെ ഒരുപാട് കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കാണുമ്പോൾ അവരിങ്ങനെ സാധു കുട്ടികളാണ്. ഇന്നലെ ഞാൻ കാളികാവ് ക്യാമ്പസിൽ നിന്നാണ് വരുന്നത്. അവിടെ പോയതായിരുന്നു. അപ്പോൾ കണ്ണൂർ ചൊക്കിളി കോളേജിൽ പഠിക്കുന്ന റാസിഖ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കുട്ടി ഇടനായികയിൽ വെച്ച് എന്നെ പരിചയപ്പെട്ടു. അപ്പോൾ അവൻ ഒരിക്കൽ ടെലിഫോൺ ചെയ്തിരുന്നു. അപ്പോൾ അത് ഓർമ്മയാക്കിയപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ കാര്യം എന്നറിയോ? ഇറ്റലിയിൽ നടക്കുന്ന നാസയുടെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു കോൺഫറൻസ്, ആ കോൺഫറൻസിൽ ബഹിരാകാശ യാത്രയെ സംബന്ധിച്ച് ഒരു പ്രബന്ധം അവതരിപ്പിക്കാനാണ് ഈ മൂലൂരുട്ടി പോകുന്നത്. ഇവിടെ പഠിച്ച കുട്ടിയാണ്. അൽഹംദുലില്ലാ, മർസൂക്ക് ഇവിടെ പഠിച്ച കുട്ടിയാണ്. അല്ലാഹു അക്ബർ. കണ്ട ഒരു പാവം കുട്ടി. അപ്പം ഞാൻ ചോദിച്ചു, ഇജ് സയൻസാണ് പഠിച്ചിരിക്കണല്ല, ഓൻ കൊമേഴ്സോ അല്ലെങ്കിൽ ഇംഗ്ലീഷ് ലിറ്ററേച്ചറെ പഠിച്ചിരിക്കണേ. പക്ഷെ സ്വന്തം ബുദ്ധി കൊണ്ട് അവനിങ്ങനെ ആലോചിച്ചപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞു എനിക്കത് മനസ്സിലാകുന്ന ഭാഷയിലെന്ന് പറഞ്ഞോട്ടെ, എനിക്കിപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ നമുക്കറിയില്ല, നമ്മൾ പഴയ മൂല്യന്മാരല്ലേ. അപ്പം അവൻ പറഞ്ഞത്, ബഹിരാകാശത്ത് മനുഷ്യൻ ചെല്ലുമ്പോൾ ഭൂമിയുടെ ആ ആകർഷണശക്തി അല്ല, ഗ്രാവിറ്റി, അതില്ലാതെ അവിടെ കൂടുതൽ കാലം നിന്നിട്ടുണ്ടെങ്കിൽ കുറേ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും. അപ്പോൾ ആ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഗ്രാവിറ്റി ഇല്ല എന്നുള്ള ഈ അവസ്ഥക്ക് ഒരു പരിഹാരം എനിക്ക് തോന്നിയത് ഞാൻ എഴുതി അയച്ചു കൊടുത്തു. അവരത് വിശദമായിട്ട് പ്രബന്ധമാക്കിയിട്ട് വരാൻ വേണ്ടി പറഞ്ഞിരിക്കണം ഇറ്റലിയിലേക്ക്. 88,000 ടിക്കറ്റ് പോക്കറ്റിൽ നിന്ന് എടുത്ത് 1.5 ലക്ഷം റുപ്യ അവർ കൊടുക്കും. ബാക്കി കൂടിയാലും കുറഞ്ഞാലും എടുക്കണം. ഇതിപ്പോൾ ഒരു ഫിസിക്സ് വിദ്യാർത്ഥിയാണെങ്കിൽ തിരക്കില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, ഫിസിക്സ് പഠിച്ചിരിക്കണോ? 10ാം ക്ലാസ് പഠിച്ചതേ ഉള്ളൂ. പക്ഷേ എനിക്ക് ഫിസിക്സിൽ കുറച്ചൊക്കെ താല്പര്യമുണ്ട്. ഇപ്പോൾ ഞാൻ ഇതിനിറങ്ങിയപ്പോൾ കുറച്ചുകൂടി പഠിച്ചുകൊണ്ടിരിക്കണം. അതിൻ്റെ ഫണ്ടമെൻ്റൽസൊക്കെ കുറേയൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം ചുരുക്കത്തിൽ നമ്മൾ എന്താണോ ലക്ഷ്യീകരിക്കുന്നതിൻ്റെ അപ്പുറത്തേക്ക് പോരും, അതിലേക്കല്ല, അതിൻ്റെ അപ്പുറത്തേക്ക് പോരും കുട്ടികൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കേൾവിയല്ല, അല്ലെങ്കിൽ എവിടെയോ വായിച്ചതും എല്ലാം നമ്മൾ ടെലിഫോണിൽ റീല് കണ്ടതല്ല. ഞാൻ ഇതിൻ്റെ നേരെ അനുഭവമാണ് പറഞ്ഞത്. ഇപ്പം ഇസാഖ് എന്ന് പറഞ്ഞ ഇവിടെ പഠിച്ച കുട്ടിയാണ്. അപ്പോളേ കഴമുഴ കണ്ട് ഒഴിവായിക്കളി. ദുനിയാവ് കൊണ്ടൊരു കാര്യം ഉണ്ടാവില്ല, ദുനിയാവിലെ ഇസ്സത്ത് ഉണ്ടാവണം. ആ ഇസ്സത്ത് വിദ്യാഭ്യാസം കൊണ്ടേ ഉണ്ടാവുള്ളൂ. നമ്മൾ പോക്കിരിയാണ് കൊല്ലുമെന്ന് പറഞ്ഞാൽ ആൾക്കാർ വെറുക്കുള്ളൂ. വിദ്യാഭ്യാസം കൊണ്ട് ഇസ്സത്ത് ഉണ്ടാക്കാൻ നോക്കി. നമുക്ക് ഇസ്സത്ത് ഉണ്ടായിരുന്ന ആൾക്കാരാണ്. വലിൽ ഇസ്സത്തു വലി റസൂലിഹി വലിൽ മുഅ്മിനീൻ. അള്ളാഹ്ക്കും റസൂലിനും മുഅ്മിനീങ്ങൾക്കും ഇസ്സത്ത് തന്നെ ദുനിയാവിലെ ഇസ്സത്താണ്. ഇവിടെ ഇങ്ങനെ സാധുക്കളായിട്ട് വെള്ളം കൊട്ടികൾ പണ്ട് CH പറഞ്ഞിരുന്ന പോലെ റഹിമഹുല്ലാ, വെള്ളം കോരികളും വിറക് വെട്ടികളും ആയിട്ട് ഇങ്ങനെ ചുരുങ്ങി വേണ്ട, അങ്ങനെ ചുരുങ്ങരുത്, മുന്നോട്ട് പോകണം. ഇവിടെ കേരളത്തിൽ നിന്ന് അമേരിക്കയിലും യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ പോകുക എന്ന് പറഞ്ഞത് കാണാൻ പോകാൻ വലിയ കാര്യമാണ്. ഇപ്പം അവിടെയൊക്കെ വലിയ വലിയ യൂണിവേഴ്സിറ്റികൾ 6 കോടി 8 കോടി 4 കോടിയൊക്കെ പഠിക്കാൻ അവിടുത്തെ ആ യൂണിവേഴ്സിറ്റി ഇവർക്ക് സഹായം കൊടുക്കുകയാണ്. അങ്ങനെ 2 വാഫി ഇപ്പോൾ പോയിട്ടുണ്ട്. ഒരു വാഫി ഇത് ആഗസ്റ്റിൽ പോവുകയാണ്, മറ്റൊരു വാഫി പോയിക്കണം. കാവനൂർ മജ്മഅയിൽ പഠിച്ച കുട്ടിയാണ്. 2ാമത്തെ കുട്ടി തൂതായത്ത് കോളേജിൽ പഠിച്ച കുട്ടിയാണ്. അതൊക്കെ ശരാശരി കുട്ടികളാണ്. അവർ പഠിക്കുമ്പോൾ തന്നെ കാഞ്ഞ ബുദ്ധി ആകെ കത്തിയാളുന്നു എന്നുള്ള ഒന്നല്ല, അവർ ശരാശരി കുട്ടികളാണ്. അപ്പോൾ മക്കൾ പ്രതീക്ഷ കൈമുതലാക്കി പോക്കറ്റിൽ വെക്കുക. നിങ്ങൾക്ക് വലിയ മുബാറക്കായ തുടക്കമാണ് കിട്ടിയിരിക്കുന്നത്. ഇനി 22-ാം തീയതി ഒന്നിച്ചുള്ള നവാഗത സംഗമ പഠനാരംഭം നടക്കാനും പോകുന്നുണ്ട്. നമുക്ക് ഉഷാറാക്കണം. ആൾക്കാരിങ്ങനെ പറയുമ്പോൾ ഓരോരുത്തരും ഇങ്ങനെ ബൈക്കുമ്പോൾ പൊട്ടിച്ച് പോകുമ്പോഴേ, എന്നിട്ട് ഇങ്ങനെ പെൺകുട്ടികളെ ശല്യം ചെയ്താൽ അതിലൊന്നും കാര്യമില്ല. അടങ്ങി ഒതുങ്ങി മെല്ലെ തിന്നാൽ മുള്ളും തിന്നാന്ന് പറഞ്ഞതുപോലെ വലിയ വിജയങ്ങൾ പിടിച്ചടക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അടുത്തതായി ഇവിടെ ഇബ്രാഹിം വൈസിവക്കറും സംസാരിക്കുന്നു. ആദരപൂർവ്വം ക്ഷണിക്കുന്നു.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആദരണീയരായ അബ്ദുൽ ഹക്കീം ഫൈലി, BSK തങ്ങൾ, ചെറിയാപ്പു ഹാജി, മീനാജി, മറ്റുള്ള സുഹൃത്തുക്കളെ, പുതുതായി ഈ മഹത്തായ സ്ഥാപനത്തിൽ അഡ്മിഷൻ നേടിയ വിദ്യാർത്ഥികളെ, ഈ സമയം ഒരു വിശാലമായ പ്രസംഗത്തിൻ്റെ സമയമല്ലെന്നറിയാം. വർഷങ്ങൾക്ക് മുമ്പ് ഈ സ്ഥാപനത്തിൽ സേവനം ചെയ്തിരുന്ന ഒരാളാണ്. പലപ്പോഴും സ്ഥാപനം ഇങ്ങോട്ട് മാറണമെന്ന് മാനേജ്മെൻറ്റിലും ഉള്ളവരും അധ്യാപകരും വിദ്യാർത്ഥികളുമൊക്കെ ദീർഘകാലം ആഗ്രഹിച്ച ഒരു കാര്യമായിരുന്നു. വൈകുന്നേരങ്ങളിൽ ഈ സ്ഥലത്ത് വന്ന് എന്നായിരിക്കും സ്ഥാപനം ഇങ്ങോട്ട് മാറുക എന്ന് ഇങ്ങനെ അയവിറക്കൽ നടത്തിയിരുന്ന ഒരു കാലമൊക്കെ ഉണ്ടായിരുന്നു. ഏതായാലും അൽഹംദുലില്ലാഹ്, അല്ലാഹുവിൻ്റെ അനുഗ്രഹത്തോടു കൂടി ദീർഘവർഷങ്ങളെടുത്ത ശേഷമാണെങ്കിലും ഇങ്ങനെ മനോഹരമായ ഒരു കെട്ടിടം ഇവിടെ പണിയുകയുണ്ടായി. ഏകദേശം പണികൾ കൂടി ബാക്കിയുണ്ട്. നിങ്ങളാണ് ആദ്യമായി ഇവിടെ അഡ്മിഷൻ നേടാനും പഠിക്കാനും അള്ളാഹു ഭാഗ്യം ചെയ്ത ആളുകൾ. മാനായ ഉസ്താദുകൾ പറഞ്ഞ പോലെ പഠനരംഗത്ത് ആവേശത്തോടുകൂടി മുന്നേറി ലോകത്തിൻ്റെ നെറുകയിലെത്തിച്ചേരാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അടുത്തത് നമ്മുടെ വൈസ് പ്രിൻസിപ്പാൾ ഇസ്ഹാഖ് വഖഫി സംസാരിക്കുന്നു. ആദരവോടെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട ഉസ്താദുമാർ, സയ്യിദന്മാർ, സ്നേഹമുള്ള വിദ്യാർത്ഥികൾ, അധ്യാപകർ, അതുപോലെ തന്നെ രക്ഷിതാക്കൾ, എല്ലാ ആളുകളെയും ഈ സ്ഥാപനത്തിലേക്ക് ക്ഷണിക്കുകയാണ്. നമ്മുടെ സ്ഥാപനം നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. ഒരുപാട് പോരായ്മകൾ ഇതിൽ നികത്താനുണ്ട്. നമ്മുടെ മക്കൾ ഇവിടെയാണ് ഇന്ന് താമസിക്കാൻ പോകുന്നത്. നമ്മുടെ മക്കൾ ഇവിടെ താമസിക്കുകയും ഇതിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യും. 2-3 ദിവസത്തെ മഴ, അതുപോലെ കുറേ പ്രതിബന്ധങ്ങൾ ഇതിൻ്റെ ഇടയിൽ വന്നു പോയത് കൊണ്ടാണ് പരിപൂർണമായിട്ട് ഏറെക്കുറെയൊക്കെ പൂർത്തീകരിച്ചുകൊണ്ട് നടത്താൻ പറ്റാതിരുന്നത്. ഇപ്പം തന്നെ ഇവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. കറണ്ടിൻ്റെ പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ ജനൽപ്പാളികൾ, അങ്ങനെ കുറേ ഉണ്ട്. ഇതൊക്കെ ഇൻഷാ അല്ലാഹ് 1-2 ആഴ്ചക്കുള്ളിൽ പരിപൂർണമായിട്ട് നമ്മൾ നികത്തും എന്ന് കമ്മിറ്റിക്കാർ വാക്ക് തന്നതാണ്. അപ്പോൾ ഈ കാലാവസ്ഥയുടെ ഈ ഒരു സഹകരണമുണ്ടായാൽ നമുക്കെല്ലാം പൂർത്തീകരിച്ചുകൊണ്ട് നമ്മുടെ മക്കളെ ഇനിയും ഉന്നതിയിലേക്ക് കൊണ്ടുപോകാൻ ഈ സ്ഥാപനം സജ്ജമാണ് എന്ന് നിങ്ങളോട് പറയുകയാണ്. ദീർഘമായിട്ട് സംസാരിക്കില്ല, നിങ്ങൾക്കെല്ലാവർക്കുമുള്ള ഭക്ഷണം ഇവിടെ റെഡിയാണ്. വിദ്യാർത്ഥികളോട് ഒരുപാട് കാര്യങ്ങൾ ഇനി ക്ലാസ്സിലാണ് പറയാനുള്ളതെങ്കിൽ പോലും അഖി ലൻ തനാലൽ ഇൽമ ഇല്ലാ ബിസിത്തത്തിൻ, സഹോദര, ആ സഹോദര്യത്തോടു കൂടിയാണ് നമ്മൾ അവരെ സമീപിക്കുകയും ചെയ്യുക. ലൻ തനാലൽ ഇൽമ, ഇൽമ കിട്ടൂല, ജ്ഞാനം കിട്ടൂല, അറിവ് കിട്ടൂല, ഇല്ലാ ബിസിത്തത്തിൻ, 6 കാര്യങ്ങളുണ്ടായാൽ. അതില്ലാതെ ഇൽമുണ്ടാവില്ല. ഒന്നാമത്തേത് ദക്കാഉൻ, ബുദ്ധിയാണ്. ഈ ഇരിക്കുന്ന കുട്ടികളെല്ലാവരും നല്ല ബുദ്ധിയുള്ളവരാണ് എന്ന് തെളിയിച്ച് എൻട്രൻസ് പരീക്ഷയിൽ എലിജിബിളായിട്ട് വന്ന കുട്ടികളാണ്. ഈ കുട്ടികൾക്ക് താഴെ പരീക്ഷ എഴുതിയ പല ആളുകളെയും നമ്മൾ തൽക്കാലം ഒഴിവാക്കിയിട്ടുണ്ട്. കാരണം അവർ എലിജിബിൾ അല്ല. അവരുടെ ബുദ്ധി പരീക്ഷയിൽ അവർ പരാജയപ്പെട്ടു. എല്ലാവരെയും നമുക്ക് പഠിപ്പിക്കാനൊന്നും പറ്റില്ല, അവർക്ക് വേറെ സംവിധാനങ്ങളുണ്ട്. അതുകൊണ്ട് ബുദ്ധിയുള്ള ആളുകളെയാണ് നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ളത്. ദക്കാഉൻ ഒന്നതാണ്, അവരത് നേടിയിട്ടുണ്ട്. വഹിർസുൻ, രണ്ടാമത്തത് ഇൻട്രസ്റ്റ് ഉണ്ടാവണം, കുട്ടികൾക്ക് താല്പര്യം ഉണ്ടാവണം. കുറേ കുട്ടികൾ, ഞാൻ വിളിച്ച പല കുട്ടികളുണ്ട്, ചില ആളുകൾ ഇതിൽ വരാൻ താല്പര്യമില്ല. ഈ കുട്ടികൾ ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ അവരുടെ താല്പര്യം തന്നെയാണ്. അപ്പോൾ 1 ദക്കാ, ബുദ്ധിയുണ്ട്, 2 ഹിർസ്, താല്പര്യമുണ്ട്. 3-മത്തെ കാര്യം വജിത്തിഹാദുൻ, ഹാർഡ് വർക്കിംഗ്, നല്ലോണം പണിയെടുക്കേണ്ടി വരും. എല്ലാവരും പണിയെടുക്കുന്ന ആൾക്കാരാണെങ്കിൽ കൂട്ടത്തിൽ പണിയെടുക്കും. കൂട്ടത്തിൽ മടിയന്മാരുണ്ടാകുമ്പോഴാണ് ഇത് പകരുക. ഇവിടെ ബുദ്ധിയുള്ള
ഹാർഡ് വർക്കിന് തയ്യാറായ ഇൻട്രസ്റ്റ് ഉള്ള കുട്ടികളാണ്. അപ്പോൾ എല്ലാവരും പണിയെടുക്കും. ഇതിൻ്റെ പ്രത്യേകത തന്നെ അതാണ്. ഞാൻ ദീർഘമായി പറയല്ല, എല്ലാവരും പഠിക്കുന്ന കുട്ടികളാകുമ്പോൾ കൂട്ടത്തിൽ പഠിക്കുന്നില്ലാണ്. എല്ലാവരെയും പാടെ എടുത്തിട്ട് ഒരുപാട് മിങ്കിളായി കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാവില്ല. കാരണം പല കുട്ടികളും ഉണ്ടാവും. ഇത് എലിജിബിളായ, ബുദ്ധിയുള്ള, താല്പര്യമുള്ള കുട്ടികളുടെ കൂട്ടായ്മയാകുമ്പോൾ പഠിക്കാതിരിക്കാൻ പറ്റൂല എന്നുള്ളതാണ്. അങ്ങനെയാണ് നമ്മൾ കുട്ടികൾ പഠിക്കുക. അതുകൊണ്ടാണ് ഇത്രയും റിസൾട്ട് വരുന്നത്. നാലാമത്തെ കാര്യം, വബുൽഗത്വൻ, അവർക്കതിന് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ വേണം. പാഥേയം എന്നൊക്കെ പറയും, ഭക്ഷണത്തിനുള്ള ചെലവുകൾ വേണം. ആ ചെലവുകൾ അല്ലെങ്കിൽ സൗകര്യങ്ങൾ ഒക്കെയാണ് നമ്മുടെ ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. ഇനി ഇൻഷാ അല്ലാഹ് നമ്മുടെ സഹകരണത്തോടു കൂടി ഇതിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ ഇനിയും നമ്മൾ വർദ്ധിപ്പിക്കും. അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വസുഹ്ബത്ത് ഉസ്താദിൻ, പിന്നെ വേണ്ടത് ഒരു മെൻറ്ററുടെ സാന്നിധ്യമാണ്. സുഹ്ബത്ത് ഉസ്താദിൻ, ഒരു ഉസ്താദിൻ്റെ സാന്നിധ്യം. ഇവിടെ വാഫി സിസ്റ്റത്തിൽ തന്നെ മെൻറ്ററിങ് സിസ്റ്റം ഉണ്ട്. ഓരോ വാഫി കോളേജിലെ ഒരധ്യാപകനെങ്കിലും കൗൺസിലിംഗ് പഠിച്ചിരിക്കണം. അത് CIC തന്നെ നേരിട്ട് അവർക്കതിൻ്റെ ട്രെയിനിങ് കൊടുത്ത ആളുകളാണ്. എല്ലാ CIC കോളേജിലും ഉണ്ടാവും ഒരു മെൻറ്റർ. ആ മെൻറ്ററിൻ്റെ സാന്നിധ്യം, ഉസ്താദുമാരുടെ സാന്നിധ്യം എന്ന് പറയുന്നത് കുട്ടികൾക്ക് എപ്പോഴും അവൈലബിൾ ആയിരിക്കും. അതാണ് അവരുടെ വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യം. വതൂലു സമാനിൻ, 6 മാസത്തെ കോഴ്സല്ല, അല്ലെങ്കിൽ 2 മാസത്തെ കോഴ്സല്ല, തൂലു സമാന് വേണം. കുറച്ച് കാലം പഠിക്കേണ്ടി വരും. തംഹീദിയ 2 കൊല്ലം പഠിക്കണം, ആലിയ 4 കൊല്ലം പഠിക്കണം, പിന്നെ 2 കൊല്ലം PG പഠിക്കണം. ഇങ്ങനെ കുറച്ച് കാലം കൂടി എടുത്തുകൊണ്ട് പഠിക്കേണ്ട ഒരു കാര്യമാണ്. അതിന് നമ്മുടെ കുട്ടികൾക്ക് കഴിയുമെന്ന് തെളിയിച്ച എലിജിബിളായ കുട്ടികളാണ് നമുക്ക് മുമ്പിലുള്ളത്. അള്ളാഹു അവർക്ക് നാഫിയായ ഇൽമിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ. ദീർഘമായിട്ട് സംസാരിക്കുകയില്ല. നമ്മുടെ ഇവിടുത്തെ ഒരു സിസ്റ്റം പറയാണ് രക്ഷിതാക്കൾക്ക് വേണ്ടിയിട്ട്. നമ്മുടെ വാഫി സിസ്റ്റം എന്ന് പറയുന്നത് രാവിലെ നമ്മുടെ പ്രഭാതത്തിൽ തന്നെ സുബഹിക്ക് മുമ്പ് എണീക്കുന്നൊരു സിസ്റ്റം. അതൊക്കെ ഒരു ബോഡി ക്ലോക്ക് അല്ലെങ്കിൽ ഒരു ബയോളജിക്കൽ ക്ലോക്ക് നമുക്കുണ്ട്. അതൊക്കെ അത് സെറ്റാവും. ഇപ്പം നമുക്ക് എണീക്കാനൊക്കെ ബുദ്ധിമുട്ട്. നമ്മുടെ കുട്ടികളൊക്കെ എപ്പോഴാണ് എണീക്കലെന്ന് നമുക്കിങ്ങനെ തോന്നുന്നുണ്ടാവും. കുറച്ച് കാലമാകുമ്പോൾ അതൊക്കെ ശരിയാവും. കാരണം നമ്മുടെ ഒരു ബയോളജി ക്ലോക്ക് ഉണ്ട്. അത് കൃത്യമായി എണീറ്റ് ശീലങ്ങളിലേക്ക് വരും. നമ്മുടെ പ്രവർത്തനങ്ങൾ, നമ്മുടെ വാക്കുകൾ, അത് നമ്മുടെ ശീലങ്ങളായിട്ട് മാറുകയും ശീലങ്ങൾ നമ്മുടെ പെരുമാറ്റങ്ങളായിട്ട് മാറുകയും പെരുമാറ്റം നമ്മുടെ സ്വഭാവമായിട്ട് മാറുകയും ചെയ്യും. അങ്ങനെയാണ് നല്ല സ്വഭാവങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഉമ്മത്തിന് അതിൻ്റെ ബുക്കൂറിൽ ബർക്കത്ത് ചെയ്തു എന്ന സമയത്തിൽ നമ്മൾ തുടങ്ങുകയാണ്. പിന്നെ സുബഹി നിസ്കാരം കഴിഞ്ഞ് 7:30 ബെല്ലടിക്കും. 2 പീരീഡ്, അത് ഏത് സബ്ജക്റ്റുമാവാം. ചിലപ്പോൾ ഇംഗ്ലീഷ് ആയിരിക്കും, ചിലപ്പോൾ എക്കണോമിക്സ് ആയിരിക്കും, അക്കൗണ്ടൻസി ആവാം, ചിലപ്പോൾ കിതാബ് തെർബിയ ഇസ്ലാമിക് പാരൻറ്റിങ് ആവാം, നെഹ്വാകാം, സൊറഫാകാം, ഏതുമൊക്കെ ടൈം ടേബിൾ അനുസരിച്ച്. 2 പീരീഡ് കഴിഞ്ഞാൽ 9 മണിക്ക് നമ്മുടെ നാസ്തൻ്റെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയമാണ്. ബ്രേക്ക്ഫാസ്റ്റിന് അരമണിക്കൂർ, അത് കഴിഞ്ഞിട്ട് വീണ്ടും 2 പീരീഡ് കഴിഞ്ഞാൽ ഒരു ഇൻ്റർവെൽ ഉണ്ടാവും. പിന്നെ ഒരു 11:15 വീണ്ടും തുടങ്ങുക. പിന്നെ നിസ്കാരത്തിന് വേണ്ടിയിട്ട് 12:45 ബെല്ലടിക്കും. നിസ്കാരം കഴിഞ്ഞ് ഭക്ഷണം കഴിഞ്ഞ് 1:45 വീണ്ടും തുടങ്ങി 3:15 2 പീരീഡ് അവിടെ അവസാനിക്കും. അങ്ങനെ 8 പീരീഡാണ് ക്ലാസ്സിലുണ്ടാവുക. 3:15 ക്ലാസ് അവസാനിച്ചു. പിന്നെ കുട്ടികളുടെ വായനയും മറ്റുമായിട്ട് അവർ സ്വന്തമായിട്ട് ചെയ്യുന്ന വായന, റീഡിങ്, അതൊക്കെ അവർ സ്വന്തമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. 4 മണിയുടെ നിസ്കാരം കഴിഞ്ഞ് ചായ കുടിയും കഴിഞ്ഞാൽ പിന്നെ ഒരു ഫ്രീ ആണ്. ആ ഫ്രീ സമയത്ത് അവർക്ക് വായിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്, ഒന്ന് ഔട്ടിങ്ങിനുള്ള സമയമുണ്ട്, അതൊക്കെ ഉണ്ടാവും. പിന്നെ രാത്രി മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞാൽ വീണ്ടും അവർ ക്ലാസ്സിലിരുന്നു കൊണ്ട് അന്ന് പഠിച്ച കാര്യങ്ങൾ വീണ്ടും ഓർത്തെടുത്ത് പഠിക്കുകയാണ്. അപ്പോൾ ഉസ്താദുമാരുടെ സാന്നിധ്യം ഉണ്ടാവും. ക്ലാസ്സിലല്ല, എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഉസ്താദുമാർ സമീപത്തുണ്ടാവും. അവിടെ ചെന്ന് കാര്യങ്ങളൊക്കെ പഠിച്ച് മനസ്സിലാക്കി വീണ്ടും അവർക്കത് ഉന്മേഷമുണ്ട്. പിന്നെ നിസ്കാരം കഴിഞ്ഞ് വീണ്ടും ഒരു 10:15 വരെ അവർ പഠനം. അത് കഴിഞ്ഞാൽ പിന്നെ ഹോസ്റ്റലിലേക്ക് പോയിട്ട് ഉറക്കം. ഇങ്ങനെയാണ് ഇവിടുത്തെ ചിട്ട. ആ ചിട്ട കുറച്ച് കാലത്തിനങ്ങനെ പോയി ശീലിച്ച് വരും. അള്ളാഹു നമ്മുടെ മക്കൾക്ക് നാഫിയ ഇൽമിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ. അവർക്ക് സൽസ്വഭാവം പ്രദാനം ചെയ്യുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് രക്ഷിതാക്കളായ ആളുകൾക്ക് ഞങ്ങളുടെ നമ്പറുകൾ ഉണ്ടാവും. എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ നമ്പറിലേക്ക് വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കാവുന്ന മറ്റു കാര്യങ്ങളൊക്കെ ഇനി ഇൻഷാ അല്ലാഹ് നമ്മൾ പലപ്പോഴും കൂടലുകൾ ഉണ്ടാവണം, നിങ്ങൾ വിളികളുണ്ടാവണം, കാര്യങ്ങൾ അന്വേഷിക്കണം. ഇതൊക്കെ ഇപ്പോൾ ഒരു പുതിയ കോളേജ് ആയതുകൊണ്ടുള്ള ഒരു പ്രശ്നങ്ങളാണ്. ഇപ്പം നമുക്ക് സത്യത്തിൽ ഒരു കാര്യം വന്ന് ചോദിക്കാനുള്ള ഓഫീസ് ഇവിടെ ഇല്ല. ഇപ്പോൾ ഞങ്ങൾ ഉസ്താദുമാർ ഇവിടെ ഉണ്ട്. എന്തെങ്കിലും പോകുമ്പോൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ചോദിച്ചറിഞ്ഞിട്ടാണ് പോവേണ്ടത്. ഇൻഷാ അല്ലാഹ് ഇത് കഴിഞ്ഞാൽ ഉടൻ നമ്മൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടൊരു പാരൻസ് മീറ്റിംഗ് ഉണ്ടാവും.
ആ കാര്യത്തിൽ അപ്പോൾ നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് സംസാരിക്കണം. അള്ളാഹു ഇതിനൊക്കെ തൗഫീക്ക് നൽകുമാറാവട്ടെ. നിങ്ങൾ, നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ കുടുംബങ്ങൾ എല്ലാവരും ഈ സ്ഥാപനത്തിൻ്റെ കൂടെ ഉണ്ടാവണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹ്. മഹാഭാഗ്യവാന്മാരാണ് നിങ്ങൾ. ഈ ഒരു പുതിയ സ്ഥാപനത്തിൻ്റെ ഔദ്യോഗികമായ പഠന ആരംഭം ബഹുമാനപ്പെട്ട സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പ്രിയങ്കരനായ നമ്മുടെ കോഴിക്കോട് ഖലീഫ ഖാദി നാസറേ തങ്ങൾ നിങ്ങൾക്ക് ചൊല്ലിത്തന്നുകൊണ്ട് നിങ്ങൾ ക്ലാസ് ആരംഭിച്ചിരിക്കുകയാണ്. ഒരുപാട് ക്ലാസ്സുകൾ കഴിഞ്ഞ വർഷങ്ങളൊക്കെ നടന്നു പോയിട്ടുണ്ട്, ഇനിയും വരാനുണ്ട്. പക്ഷേ ഈ ഒരു അസുലഭ സന്ദർഭം ഇതിൽ പങ്കാളികളാൻ ഭാഗ്യം ലഭിച്ച മക്കളാണ് നിങ്ങൾ. ഈ ഭാഗ്യം നിലനിർത്തിക്കൊണ്ട് തന്നെ ഭാവിയിൽ നിങ്ങളുടെ എല്ലാ ഉസ്താദുമാരും പറഞ്ഞ മാറിയില്ല, കുറച്ച് കഴിയുമ്പോൾ ഇതെനിക്ക് പറ്റാത്തൊരു കോഴ്സാണ് എന്ന് മടിച്ചു പോകാത്ത രീതിയിൽ, സഹപ്രവർത്തകരെ സഹപാഠികളെ മടുപ്പിക്കാത്ത രീതിയിലും കോഴ്സുകൾ പൂർത്തിയാക്കി വാഫികളായി നാട്ടിന്, സമുദായത്തിന്, സമൂഹത്തിന് എന്നും മുതൽക്കൂട്ടായി വരുന്ന രീതിയിലേക്ക് നിങ്ങൾ വളരണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പറയുകയാണ്. വളരെ പ്രയാസപ്പെട്ടാണ് നമ്മൾ ഈ സ്ഥാപനത്തിൻ്റെ ഇന്നത്തെ ഉദ്ഘാടനം നടത്തിയത്. കാരണം നിങ്ങൾക്കറിയാം, ഇന്നലെയും മിനിയാന്നൊക്കെ, ഇന്നലെ മാത്രമേ കുറച്ചൊരു മഴ വരും, ഭയങ്കര മഴയായി. ഉദ്ദേശമാതിരി ഒരു പണിയും നമുക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒരു മാസം, ഒരു 2 ആഴ്ച മുമ്പാണ് തങ്ങളെ നമുക്ക് ഡേറ്റ് കിട്ടുന്നത്. കാരണം 8-ാം തീയതി വാഫി CICൻ്റെ എല്ലാ കോളേജിലും 8-ാം തീയതി ക്ലാസ് തുടങ്ങും. അപ്പോൾ നമ്മൾ ആ ഇത് വെച്ച് തങ്ങളുടെ അടുത്ത് പോയപ്പോൾ ഞങ്ങൾക്ക് ഡേറ്റ് ഇല്ല. ഇന്നാണ് തങ്ങളുടെ ഡേറ്റ് തന്നത്. ആകെ ഒരാഴ്ച സമയം കൊണ്ടാണ് ഇത്രയും സൗകര്യങ്ങൾ ചെയ്തു തന്നത്. അതുകൊണ്ട് നിങ്ങളൊക്കെ ക്ഷമിക്കുക, എല്ലാ രക്ഷിതാക്കളും ക്ഷമയൊതുക്കുകയാണ്. കാരണം എല്ലാ സൗകര്യങ്ങളും ചെയ്തിട്ടുണ്ട്. കാരണം താൽക്കാലികമാണ്. ബാത്റൂം, ടോയ്ലറ്റ് ഉണ്ട്, കുളിക്കാൻ സൗകര്യങ്ങളുണ്ട്, കിടക്കാൻ സൗകര്യങ്ങളുണ്ട്. മഴക്കാലമായതുകൊണ്ട് ചൂടിൻ്റെ അറിയാതെ ഫാനുകളുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ എന്നാലും കുറേ അസൗകര്യങ്ങൾ ഉണ്ടാവാം. തൽക്കാലം അത് ക്ഷമിക്കുക. 1 മാസം 1.5 മാസം കൊണ്ട് ഇൻഷാ അല്ലാഹ് എല്ലാ പണികളും പൂർത്തീകരിച്ച് ശാശ്വതമായ ഒരു താമസം മറ്റു കാര്യങ്ങളും ചെയ്യാൻ ഞങ്ങൾക്ക് സാധിക്കട്ടെ, അതിനെ അനുഗ്രഹിക്കട്ടെ എന്നുള്ളവരെ പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരും സഹകരണവും സ്നേഹവും എന്നും ഉണ്ടാവണമെന്നും ഇവിടുന്ന് കഴിഞ്ഞു പോയാലും ഈ സ്ഥാപനം പടുത്തുയർത്തിയത് ഉണ്ടാക്കിയ മുതൽ ഈ പുണ്യനായി വന്ന ആളുകൾ, ഒരുപാട് ആളുകൾ സ്ഥാപനത്തിൻ്റെ തുടക്കം മുതലുള്ള ആളുകളാണ്. അവർക്കൊക്കെ, മരിച്ചുപോയ ആളുകൾക്കൊക്കെ ഇനി വരുന്നവർക്കൊക്കെ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിൽ നിർവഹിക്കുകയാണ്. നമ്മുടെ ഈ പരിപാടിയുടെ ഔദ്യോഗികമായ ഉദ്ഘാടനം നിർവഹിച്ച ബഹുമാനപ്പെട്ട സാദിഖ് അലി തങ്ങൾ, പ്രിയങ്കര തങ്ങൾ, സമയമില്ല സുഖമില്ലാതെ കൂടുതലൊരു പോകേണ്ട മനുഷ്യൻ അഴീക്കോട് ഇവിടെ വന്നിട്ട് തിരിച്ചിട്ട് പോകുന്നത്. ഇത്രയും സമയമില്ലാത്ത ആ മനുഷ്യൻ നമ്മുടെ കൂടെ വന്ന് നമുക്ക് ഉദ്ഘാടനം ചെയ്തു തന്നു. അതുപോലെ തന്നെ നാസറി തങ്ങൾ മിനിയാന്നാണ് ഹജ്ജ് കഴിഞ്ഞ് വന്നത്. അദ്ദേഹം എത്തുമെന്ന് പ്രതീക്ഷയല്ല. അദ്ദേഹവും ഇന്ന് നിങ്ങൾക്ക് ആ തങ്ങളെ കൊണ്ട് ക്ലാസ് തുടങ്ങാൻ സാധിച്ചു. അതിനുശേഷം നമ്മുടെ ഈ സ്ഥാപനത്തിൻ്റെ അടിപേരായ CICയുടെ സ്ഥാപകൻ അക്കീം വൈസ് ഉസ്താദ്, നമുക്കറിയാം, ഇദ്ദേഹമാണ് ഇതിൻ്റെ ബീജാവാപം നൽകിയത്. 2000 തുടങ്ങുമ്പോഴൊക്കെ ഞാനും ഈ ക്ലാസ്സുകൾ കേൾക്കാൻ കോഴിക്കോട് ഇസ്ലാമിക് സെൻറ്ററിൽ പോയൊരു മനുഷ്യനാണ്. അവർക്കൊക്കെ അദ്ദേഹത്തിനും ഞാൻ നന്ദി അറിയിക്കുക. അദ്ദേഹം പറയുകയാണ്. അതുപോലെ തന്നെ റഹ്മാൻ വസീം, പിന്നെ ഒരുപാട് ആളുകൾ നമ്മളെ ഈ പരിപാടിയിൽ കഴിഞ്ഞ് പോയിട്ടുണ്ട്. നമ്മുടെ കുട്ടിയാസൻ താരിമി, നാസർ ഫൈസി കൂടത്തായി, ഇബ്രാഹിം ഇന്നില്ല, സുലൈമാൻ അജി കങ്കാടി, നമുക്ക് പൈസ തന്ന ആളാണ്, ആനമാട് മമ്മൂട്ടി ഫൈസി, ഫൈസൽ ബാംഗ്ലൂർ. അതുപോലെ തന്നെ നമ്മൾ ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട ഒരുപാട് ആളുകൾ നമുക്ക് സഹായിച്ചിട്ടുണ്ട്. അപ്പം തന്നെ സുലൈമാൻ അജി 2 ലക്ഷം റുപ്യ തരാമെന്ന്, വേറെയും ഒക്കെ തരാം. അങ്ങനെ ഒരുപാട് ആളുകൾ ഓരോ ക്ലാസ് റൂമിന് 1.25 ലക്ഷം റുപ്യയാണ് നമ്മൾ ഓഫർ ചോദിച്ചത്. അത് തന്നെ കുറേ ആളുകളുണ്ട്. അതുപോലെ തന്നെ ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് ഒരുപാട് മരിച്ചു പോയിട്ടുണ്ട് ഒരുപാട് ആളുകൾ. ആ ആളുകൾക്കൊക്കെ നിങ്ങൾ അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകട്ടെ. അതുപോലെ നമ്മളെ പ്രിൻസിപ്പൽ സെയ്ദ് മുൻ മുസാബി ഉസ്താദ്, ഈ സ്ഥാപനം വാഫി തുടങ്ങുന്നതിന് മുമ്പേ റഷീദിലെ പ്രിൻസിപ്പളായിരുന്നു. വാഫി ഭൗതിക വിദ്യാഭ്യാസം, മതവിദ്യാഭ്യാസം തുടങ്ങിയത് ഉസ്താദിൻ്റെ തന്നെയല്ല, കണ്ണിയത്ത് ഉസ്താദിൻ്റെ സമ്മതത്തോടു കൂടിയാണ് നമ്മൾ തുടങ്ങുന്നത്. പക്ഷേ നമ്മൾ തുടങ്ങുമ്പോൾ SSLC തോറ്റ വിദ്യാർത്ഥികളെ തുടങ്ങുമ്പോൾ ഉസ്താദിനോട് സമ്മതം ചോദിച്ച ഉസ്താദ് പറഞ്ഞത്, ധർമ്മത്തിൻ്റെ പൈസ എടുക്കുമ്പം പൂർണ്ണമായിട്ടും ധർമ്മമാക്കേണ്ട, ഒരു 10 റുപ്യ ഒരു ദിവസങ്ങളോട് ഫീസ് വാങ്ങി മാസത്തിൽ 300 റുപ്യ ഫീസ് വാങ്ങിയിട്ടാണ് ഭൗതിക വിദ്യാഭ്യാസം ആദ്യമായി റഷീദിനെ തുടങ്ങുന്നത്. ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ. അതുപോലെ നമ്മുടെ ഇന്നത്തെ മാനേജറായ KS ഇബ്രാഹിം മുസ്ലിയാർ കിഡ്നി രോഗം വന്ന് ഡയാലിസിസ് ചെയ്തുകൊണ്ട് വീട്ടിൽ റെസ്റ്റാണ്.
അദ്ദേഹത്തിന് അള്ളാഹു ശിഫ നൽകട്ടെ, ദീർഘായുസ് നൽകട്ടെ. അദ്ദേഹത്തിൻ്റെ മകനും സുഖമില്ലാതെ കിടപ്പിലാണ്. അവർക്കൊക്കെ അള്ളാഹു ദീർഘമായ ആഫിയത്തും ശിഫയും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ നമ്മളിൽ നിന്ന് ഇപ്പോൾ തന്നെ ജീവിച്ചിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്, രോഗികളായ ഒരുപാട് ആളുകളുണ്ട്, പ്രയാസപ്പെട്ട് ജീവിക്കുന്ന ഒരാളുണ്ട്. അവർക്കൊക്കെ അള്ളാഹു ആഫിയത്ത് നൽകട്ടെ, ദീർഘായുസ് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, നിങ്ങൾ ഈ പരിപാടിയിൽ വളരെ പ്രയാസപ്പെട്ട് നിങ്ങളൊക്കെ മക്കളെ വന്ന ഉമ്മമാരുണ്ട്, സഹോദരിമാരുണ്ട്, അതുപോലെ തന്നെ ഉപ്പമാരും സഹോദരന്മാരും പിഞ്ചു മക്കളടക്കം വന്ന് ഈ സദസ്സ് ഭംഗിയായി തന്ന നിങ്ങളാണ്. ഇനിയൊന്ന് കൊണ്ടുകൊണ്ടുപോകും നിങ്ങളാണ്. നിങ്ങൾ ഞങ്ങളെ കൂടെ ഉണ്ടാവണം, ഈ സ്ഥാപനത്തിന് കൂടെ ഉണ്ടാവണം, കാലാകാലത്ത് ഞങ്ങൾ കൂടെ ഉണ്ടാവണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്കൊക്കെ നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാവിധ ഭാവങ്ങൾ നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നതാണ്. വാഹിറുദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വിദ്യാർത്ഥികൾക്കുള്ള അവരുടെ പുസ്തകം, ബാഗ് അടങ്ങിയ കിറ്റ് ഇവിടുന്ന് നൽകുകയാണ്. നിങ്ങളുടെ ഇന്ന് 2000 രൂപ പുസ്തകത്തിന് വേണ്ടി വാങ്ങിയിട്ടുണ്ട്. ആ പുസ്തകം അതുപോലെ ബാഗ്, നോട്ട് പുസ്തകമൊക്കെ അടങ്ങിയിട്ടാണ് കിറ്റുള്ളത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അതിൻ്റെ വില നമ്മൾ കണക്കാക്കിയിട്ട് അത് ചിലപ്പോൾ അങ്ങോട്ടായിരിക്കും അല്ലെങ്കിൽ ഇങ്ങോട്ടായിരിക്കും. അപ്പോൾ അത് ഇൻഷാ അല്ലാഹ് കണക്ക് കൂട്ടും. അപ്പോൾ ഇൻഷാ അല്ലാഹ് അത് വാങ്ങിയിട്ട് വിദ്യാർത്ഥികൾ അവരുടെ ഹോസ്റ്റലിലേക്ക് അത് കൊണ്ടുപോയി വെക്കുക, അവനവനൊരു ബെഡിൽ കൊണ്ടുപോയി വെക്കുക. പിന്നെ നമുക്ക് നിസ്കരിക്കാനുള്ള സൗകര്യം, ആണുങ്ങൾക്ക് ആദ്യം നിസ്കരിക്കാനുള്ള സൗകര്യം ഈ കെട്ടിടത്തിൻ്റെ താഴെ ലാസ്റ്റ് റൂമിന് അപ്പുറത്തായിരിക്കും. ആ റൂമിലാണ് സൗകര്യപ്പെടുത്തിയിട്ടുള്ളത്. ഒളു ഉണ്ടാക്കാനുള്ള സൗകര്യം അവിടെ ചെയ്യുന്നുണ്ട്. ഒളു കൊടുത്തിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ഭക്ഷണം കഴിക്കാം. അപ്പോൾ നമ്മൾ നിസ്കരിക്കുമ്പോൾ സ്ത്രീകൾക്ക് ഇൻഷാ അല്ലാഹ് അവിടെ ഭക്ഷണത്തിനുള്ള സൗകര്യം ഒരുക്കും. അപ്പോൾ സ്ത്രീകൾ ആദ്യം ഭക്ഷണം കഴിക്കുക, പുരുഷന്മാർ അവിടെ നിസ്കാരത്തിന് പോവുകയും ചെയ്യുക. മുഹമ്മദ് മിൻഹാജ് KP. മുഹമ്മദ് മുർഷിദ്. മുഹമ്മദ് ഷഹബാസ് KC. മുഹമ്മദ് സഫ്വാൻ P. ഹംസ നിഹാൻ KP. മുഹമ്മദ് സിറാജ് V. മുഹമ്മദ് സുഫ്വാൻ. മുഹമ്മദ് അസ്ലൻ PP. അമൻഹാദി MK. മുഹമ്മദ് നബ്ഹാൻ PK. മുഹമ്മദ് ഷഹസാദ് ഹസൻ. സൽസാൽ MT. മുഹമ്മദ് ഷാദിൻ CT. ഇല്ലല്ലേ, ഒന്ന് വരാണ്ട്. എന്നായിക്കോട്ടെ ഇൻഷാ അല്ലാഹ്. നമ്മൾ പോകുന്ന സമയത്ത് രക്ഷിതാക്കളൊക്കെ ഒന്ന് ഉസ്താദുമാർ, ഒന്ന് ഞാനാണ്, പിന്നെ ഒന്ന് നിംഷാദ് റഹ്മാനി ഉസ്താദ് ഉണ്ട്, അതുപോലെ തന്നെ വേറൊരു ഉസ്താദ് കൂടി ഉണ്ട്, ബഹുമാൻ അബ്ദുൽ കരീം വാഫി ഉസ്താദ്. പിന്നെ 4 പേരാണ് ഇവിടെ ഫുൾ ടൈമിന് ഉണ്ടാവുക. പിന്നെ 3 അധ്യാപകർ പുറത്തുനിന്നുണ്ട്. ഒന്ന് സുരേഷ് മാസ്റ്റർ, അദ്ദേഹം എക്കണോമിക്സ് എടുക്കുന്ന മാഷാണ്. പിന്നെ അസ്ലം മാസ്റ്റർ അക്കൗണ്ടൻസിൻ്റെ മാഷാണ്. പിന്നെ ഒരു ഫസറുർ റാഷിദ് സാറ്, അദ്ദേഹം ബിസിനസ് ക്ലാസ് എടുക്കുന്ന ആളാണ്. അങ്ങനെ 7 പേര്. പിന്നെ ഇവിടുത്തെ നമ്മുടെ എല്ലാമായ ബഹുമാനപ്പെട്ട BSK തങ്ങളവറുകൾ അധ്യാപകനാണ്, വർക്കിംഗ് പ്രസിഡൻറ്റുമാണ്. അങ്ങനെയാണ് ഇവിടുത്തെ അധ്യാപകരായിട്ടുള്ള ആളുകൾ. ഇൻഷാ അല്ലാഹ് നിങ്ങൾ വിളിക്കണം, നമുക്ക് ബന്ധപ്പെടണം. അള്ളാഹുവിനൊക്കെ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.